നാരായണ 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 നാരായണ. ആ കുട്ടിയുടെ എവിടെ? അന്ത്യായ വന്ന് നാമം ജപിക്കുന്നു. വല്ല വിചാരമുണ്ടോ? നാരായണ പോണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ മുകളിലേക്ക്? അച്ഛമ്മയും മുത്തച്ഛ അറിഞ്ഞെങ്കിലേ കിട്ടൂട്ടാ നിനക്ക്. എന്തിനാ അങ്ങോട്ട് പോണേ? വാ. ഞാൻ പറഞ്ഞതാ പോണ്ടാന്ന്. വിളക്ക് വെച്ച് നാമം ചെല്ലണം എന്നും പറയണോ? അമ്മേ അമ്മേ പഴയത് അമ്മാമ്മയാ. ചെല്ല്, മുത്തശ്ശി വിളിക്കുന്നു. അമ്മാമ്മയുടെ സ്വരം ഇപ്പോഴും എന്ത് സുഖ. ഓ, കൈ കഴിച്ചു. എത്ര നേരമായത്? ഇന്നിപ്പോ ഇത്രയല്ലേ ഉള്ളൂ. പണ്ടൊക്കെ 7 ദിവസമായിരുന്നു കളവെഴുത്തും പാട്ടും. പായ വിരിച്ച അരിയും മഞ്ഞളും ഒക്കെ പൊടിച്ചു കൂട്ടുക. അന്ന് ഇതല്ല നില. ഭാഗമൊന്നും പിരിഞ്ഞിട്ടില്ല. 10,000 പറ നെല്ല് പാട്ടം വരും. ഇപ്പോ ഒരു ഈസം തന്നെ നടത്താൻ ബാലം പടണ പാട്. എന്നിട്ടും എന്താ ഗുണം? ഭഗവതി, അനുഭവിക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാ? ഭദ്രകാളിയോടല്ലേ കളിച്ചത്? മല്ലഞ്ചിറക്കാവിലെ വിഗ്രഹ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതേ. എന്തിനാ കിണറ്റിലെറിഞ്ഞത്? ഉങ്ക് അല്ലാണ്ടെന്താ? കളിക്കാൻ കണ്ടോരേടെ. എന്നിട്ട് എന്തായി? നട്ടഭ്രാന്തി പിടിച്ച് ചത്തില്ലേ? എത്ര തലമുറ കഴിഞ്ഞു, എത്ര എണ്ണത്തിന് ഭ്രാന്ത് പിടിപ്പിച്ചു കൊന്നു. എന്നിട്ടും അടങ്ങിയ കോപം. എത്ര കുരുതി കഴിച്ചു, വഴിപാടുകൾ കഴിച്ചു. കൊല്ലം കളയെഴുതി മുടിയേറ്റ് നടത്തി. എന്നിട്ടും പോയോ ശാപം? ഇപ്പൊ ദേ മോളി കിടന്ന് നരയിക്കുന്നൊരെണ്ണം. എനിക്കും ഭ്രാന്ത് വരുമോ? അമ്മേ ഭഗവതി ദേവി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. നാരായണ 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 ആ താനായിരുന്നോ? കേറിയിരിക്കെ. മക്കള് വിളക്കൊക്കെ കെടുത്തി അകത്തേക്ക് പോയിക്കോളൂ. രാമൻ കർത്താവ് വന്നു എന്ന് അച്ഛമ്മയോട് പറയേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇപ്പോഴും ഉണ്ടോ ചികിത്സ? മോശ, നാട്ടുവൈദ്യം ഒന്നും ആർക്കും ഒരു പറ്റില്ലാണ്ടായിരിക്കുക. ഇപ്പൊക്കെ ഈ ഗുളികയും ടോണിക്കും അല്ലേ. എന്നാലും തന്റെ നെല്ലിക്കാകാലത്തിന്റെ ഒപ്പം എത്തോ ഗുളിയും മരുന്നൊക്കെ. ശ്രീധരൻ എങ്ങനെ ഇളകിയതാ. തന്റെ 101 ആവർത്തിച്ച തളം വെച്ചപ്പോഴേ തണുത്തുള്ളൂ. അല്ല, ശ്രീധരൻ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് മിണ്ടാട്ടേ ഇല്ല. 2 ദിവസമായി ഒച്ചയും പാട്ടൊക്കെ ഉണ്ട്. എത്ര നാള് കിടത്തി കഷ്ടപ്പെടുത്താവോ? ആ, അത് കഴിഞ്ഞാൽ ആർക്കാണാവോ? ബാലഗോപാലിനും ഗോപിനാഥനും മാത്രല്ലേ ഉള്ളൂ ഈ തലമുറയിലെ ആൺകുട്ടികളായിട്ട്. കാശില്ലാന്ന് വെച്ച് ചടങ്ങ് മുടക്കാൻ പറ്റുമോ? കാര്യങ്ങൾ നടക്കട്ടെ, വഴി നമുക്ക് ഉണ്ടാക്കാം. ഞാൻ എത്തിയിട്ടുണ്ട്. താനെന്നും പാതിരാക്കല്ലേ എത്തൂ? ഞാൻ കേറുന്നില്ല, രാവിലെ വരാം. ഉണ്ടിട്ട് പോടാ വെങ്ങാരാ. ഇല്ല, ഇറങ്ങാ. അല്ല വെളിച്ചമല്ലോ. ഛേ, എന്തിനാത്? ബാലഗോപാലാ, എനിക്കുള്ള കൊട്ടൻ ചുക്കാത് വാങ്ങിയോ? ഇല്ല, മറന്നുപോയി. നീ മറക്കും. ഇങ്ങനെ ഒരാളുള്ള വിവരം നിനക്ക് ഓർമ്മയില്ല. കാല് കടച്ചിട്ട് വയ്യ. എവിടെ ഹരിക്കുട്ടൻ? അവൻ ഉറങ്ങി. മണിക്കുട്ടി വാ. എവിടെ അടുത്താള്? എവിടെയാ പെണ്ണ്? സുമിത്രേ, വാ. പതിവ് മുടക്കണ്ട. രാമൻ കർത്താവ് അന്യനൊന്നുമല്ല. വാങ്ങിക്കൂടി. മാലയോഗമൊന്നും ആയില്ല.
ആലോചനകൾ കുറെ വന്നു, ഒന്നും ആയില്ല. ഇപ്പൊ ഒരെണ്ണം ഏതാണ്ട് അടുത്ത് വന്നിട്ടുണ്ട്. പാരമ്പര്യവും സൂക്കേടും ഒന്നും അവർക്ക് വിശ്വാസമില്ല എന്നാ പറഞ്ഞ്. പിന്നെ ഒക്കെ ഒരു യോഗ. എത്ര ശാപാന്നൊക്കെ പറഞ്ഞാലും മരത്തേമ്പിള്ളി തറവാട്ടിലൊരു പെണ്ണ് യോഗം ഇല്ലാണ്ട് നിന്ന് പോയിട്ടില്ല. ഒക്കെ ശരിയാവും. ചോറ് മുഴുവനും ഉണ്ടോ? ഉണ്ടു. ഇന്ന് അമ്മാമ്മ സന്തോഷത്തിലാ. എന്നിട്ട് നോക്കിയേ, കഥ പറയാൻ തുടങ്ങിയപ്പം ചെറുക്കന്റെ ഉറക്കം പോയ പോക്ക്. എന്നിട്ട് പറയാച്ചാ. മാണിക്ക് അരപ്പട്ടയെന്നെടുത്ത് കാണിച്ചതോടുകൂടി രാക്ഷസന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഉടനെ മന്ത്രികുമാരൻ വാളെടുത്ത് ഒരൊറ്റ വെട്ട ദാ കിടക്കുന്നു രാക്ഷസന്റെ തല. മാണിക്ക് കാണിച്ചപ്പോ മന്ത്രികുമാരനെ കാഴ്ച പോയില്ലേ? ഇടി മണ്ടൂസെ, കഥയിൽ ചോദ്യമില്ല. എന്നിട്ട് സുന്ദരിയായ രാജകുമാരിയെ കല്യാണം കഴിച്ച് മന്ത്രികുമാരൻ സുഖമായിട്ട് ജീവിച്ചു. രാജകുമാരി അത്ര സുന്ദരിയാ? പിന്നെ അതിസുന്ദരി, നിന്റെ അമ്മയെ പോലെ. നമുക്ക് പ്രാന്ത് വരുമോ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? നോണ, മുത്തു നോണ. മുത്തശ്ശി പറയുന്നതൊക്കെ നുണക്കഥകളാ. മോൻ അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. എവിടെയായിരുന്നു നീ? നേരം എന്തായിന്നറിയോ? ഗോപി വന്നു. നീ എന്ന് ചോറ് കൊടുക്ക്. അമ്മയുണ്ടല്ലോ അവിടെ. അമ്മ ഒന്നും രണ്ടും പറഞ്ഞ് അവൻ ഉണ്ണാതെ ഇട്ടേച്ച് പോകും. നീ ചെല്ല്. ഊണ് കഴിക്കാവും. അല്ല, കുളിക്കുക. ഓ, പാതിരാത്രി അവിടെ വരെ ചുറ്റണോ? നിനക്ക് ഇത്തിരി നേരത്തെ വന്നാൽ എന്താ? വന്നിട്ട് എന്ത് ചെയ്യാനാ? രക്ഷപ്പെട്ടാ മതി ഇവിടുന്ന്. എങ്ങട്? എങ്ങനെങ്കിലും. നരകത്തിലേക്കാണെങ്കിൽ ഇതിലും ഭേദ. എന്താ ചിരിക്കണത്? മടുത്തു വേട്ടത്തി. അന്ധവിശ്വാസവും പാരമ്പര്യവും ഭ്രാന്തും. പഴയ ആൾക്കാരല്ലേ എന്നുവെച്ച് കൊല്ലാകൊല്ലം എന്തിനാ നാട്ടാരെ കുട്ടി കോലം തുള്ളല്? മരുത്തമ്പള്ളി തറവാട് ഭ്രാന്തന്മാരെയാണെന്ന് കൊട്ടിഘോഷിക്കാൻ? അല്ലെങ്കിൽ അടുത്ത തലമുറയിലെ ഭ്രാന്തന്മാരായി ഞങ്ങളെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ വേഷം കെട്ടിക്കാൻ? കെട്ടുപ്രായം കഴിഞ്ഞ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെന്നെങ്കിലും ഓർക്കണം. കുമാരാ, കുരുത്തോല വെട്ടിയോ? ഇല്ല. ഇനി ഇത് എപ്പോഴാ പോയി? കാഫലം കുറഞ്ഞ് തങ്ങേന്ന് വെട്ടണം. എത്തിപ്പൂ പോരാണ്ട് വരും. എന്നാ കൊണ്ടുവരണം. ഇവിടെ ഇരുന്നാ തനിയെ കൊലച്ച് വരുവോ? നമ്മുടെ ചെറുക്കല ശങ്കരനായരുടെ വീട്ടിലുണ്ട് എത്തി. ബാലാ, എന്തോ? 500 ഉറുപ്പിയുണ്ട്. ഇപ്പോ തികയുവോ? ഇത് എവിടെ നിന്നാ എന്താന്നൊന്നും നീ അറിയണ്ട. കാര്യം നടക്കട്ടെ. വല്യമ്മാമയ്ക്ക് പണത്തിനേ കുറവുള്ളൂ. മരത്തേമ്പള്ളി തിറവാടിനെ മിറ്റിട്ട് വീണ ഒരാളും കാശിന്റെ കണക്ക് പറയരുത്. അകന്നു നിന്നോളൂ, അടുത്തേക്കൊന്നും പോണ്ട. ശ്രീധര, ബഹളൊന്നും ഉണ്ടാക്കണ്ട. ഉണ്ടാക്കിയാ അറിയാലോ നിനക്ക്. കർത്താവിന്റെ അടുത്ത് വേണ്ടാട്ടോ, നല്ല ചുട്ട പട കിട്ടും.
എണീക്ക്. നടക്ക്. നടക്കടോ. ഇവിടെ നടക്കാനല്ലേ പറഞ്ഞ്? നടക്കൂ. ഗോപിയുടെ ഞാൻ വിളിച്ചു, അവൻ വരണില്ലാന്ന്. അവനോട് വരാൻ പറയാ. വെറുതെ ശാപം ഏറ്റ് തലേ വെക്കണോ? ചെല്ലേ. നീ വരണില്ലേ? ഇല്ല, എനിക്ക് വയ്യ ഈ ദുരന്തത്തിൽ പങ്കുചേരാൻ. ഇതിന്റെ ഭവിഷ്യത്തുകൾ ബാലേട്ടനെങ്കിലും മനസ്സിലാക്കാത്ത എന്താണെന്നാ എനിക്ക് അത്ഭുതം. എല്ലാം എനിക്കറിയാം ഗോപി. വല്യമ്മാമയും അമ്മയും എല്ലാരും നമുക്ക് നല്ലത് വരാമെന്ന് കരുതിയിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെ തിന്മയല്ല നന്മ വരുമെന്ന് ബാലേട്ടന് തോന്നണുണ്ടോ? അതും അറിയാം. പക്ഷേ അവരുടെ വിശ്വാസം അതിന് മാറ്റാൻ പറ്റില്ല. എല്ലാം വെറും അന്ധവിശ്വാസങ്ങളാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ശാപവും പാരമ്പര്യവും ഒന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോ അവരെ വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും നമുക്ക് വഴിയും കൊടുത്തൂടെ? എനിക്ക് പറ്റില്ല. അതിന്റെ പേരിൽ ഭ്രാന്ത് എനിക്ക് വരുന്നെങ്കിൽ വന്നോട്ടെ. തെക്കലെ വിനോദ് കുമാർ പറയാ ദാരിക നിന്ന് കൊടുത്തിട്ടാ കാളിക്ക് കൊല്ലാൻ പറ്റിയെന്ന്. ശരിയാണോ അച്ഛാ? ഹേയ്, ദാരികനെ കാളി യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടാ തലയർത്തത്. കളിയിലത് കാണിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ദാരിക നിന്നു കൊടുത്തത്. ഇനിയൊരു കാര്യം പറയട്ടെ ഞാൻ. പറയും. അച്ഛനെ സ്കൂളിൽ വെച്ച് മണിക്കുട്ടിന്ന് വിളിക്കണ്ട. അതെന്താ? കുട്ടികള് കളിയാക്ക. മണിക്കുട്ടി ചീത്ത പേരാ. ശീബാപ്പുള്ള വീട്ടിലെ പൂച്ചക്കുട്ടിയുടെ പേര് മണിക്കുട്ടി എന്നാ. പിന്നെ നിന്നെ എന്താ വിളിക്കണ്ടേ? അനിത എം ബാലഗോപാലൻ. അപ്പോ കുമാരി അനിത എം ബാലഗോപാൽ. സ്കൂളിൽ മാത്രമായിട്ട് എന്തിനാ വിലക്ക്? വീട്ടിൽ വെച്ചും അനിത എം ബാലഗോപാൽ എന്ന് വിളിച്ചളയാം. അത് വേണ്ട, വീട്ടിൽ മണിക്കുട്ടിന്ന് വിളിച്ചാ മതി. ശരി. എന്തൊക്കെയുണ്ട് അബ്ദുക്ക വിശേഷങ്ങള്? മോന്റെ കത്തൊക്കെ വരാറുണ്ടോ? മാസം ഒന്ന് കഴിഞ്ഞ എന്റെ മാഷ് ഒരു എഴുത്ത് വന്നിട്ട് വടക്കൊക്കെ വലിയ ജഗളം നടക്കണമെന്ന് പത്രത്തിലുണ്ട്. മാസ്റ്റർ ഞമ്മക്ക് ഒരു എഴുത്ത് എഴുത്തരണം. എഴുതികളെ വൈകിട്ട് വീട്ടിലേക്ക് വാ. ഓ,
അപ്പോ കുമാരി അനിത എം ബാലഗോപാലൻ നടന്നോളൂ. ബാലമാഷിന്ന് മുറുക്കിയിട്ട് വരാം. നാണക്കുറുപ്പിന്റെ കാളി പൊടി പൊടിച്ചു എന്ന് കേട്ടല്ലോ. ആ അല്ല മാഷെ, കടുപ്പത്തിലൊരു ചായ എടുക്കട്ടെ? മുറുക്കിയല്ലോ. മുറുക്കാണ്ട് കുറിച്ചേക്കട്ടോ. പോട്ടെ, നേരായി നാരായണ. അല്ല മാഷെ, ഗാന്ധിജി ഇപ്പോഴും ഉണ്ടോ? മത്തായച്ചൻ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നേ? അല്ല, പത്രത്തിലുണ്ടെന്നേ ഗാന്ധിജി തോറ്റെന്ന്. അത് ഗാന്ധിജി യൂണിവേഴ്സിറ്റിയാ, പന്ത് കളി തോറ്റ കാര്യാ. ഇത്തിരി വൈകി. ഇത് കേട്ടാ തോന്നും എന്നും കൃത്യസമയത്തിനാ വരണേന്ന്. കണ്ട പട്ടിയോടും പൂച്ചയോടും ഒക്കെ സൊറ പറഞ്ഞു നിൽക്കും. പിന്നെ എങ്ങനെയാ നേരത്തിന് എത്തുക? ഡേ മാഷ് ഒരുത്തിനാ അപ്പുറത്തെ ചുമര് മുഴുവൻ തുപ്പി ചോമിപ്പിച്ചേ. എന്തിനാ ബാലൻ മാഷെ ഇത്ര ചെറുപ്പത്തിൽ ഈ വക ദുശീലങ്ങള്? ശീലമൊന്നുമില്ല. കാലത്തൊരു മുറുക്ക്, ഇന്റർവെല്ലിന് ചായ കഴിഞ്ഞാ ഒരു സിഗരറ്റ്, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാ ഒരു പുകയെ ഒരു മുറുക്കും, പിന്നെ രാത്രി. ലേശം പണിയുണ്ട്. കുട്ടികളുടെ ഡ്രോയിങ് ബുക്ക് നോക്കണം. മാഷെ ഒരു ഹെൽപ്പ് ചെയ്യണം. പേബിൽ എഴുതാനാവും. മാഷ് എച്ചമ്മായിട്ട് എത്ര കൊല്ലായി, ഇപ്പോഴും പേബിൽ എഴുതാൻ അറിയില്ല അച്ഛാ? കണക്കിന് പൊടി മോശ. എടുക്ക്, സെക്കൻഡ് പീരീഡ് ക്ലാസ്സിലതാ. ഈ ഡ്രോയിങ് മാഷന്മാരെ ഒരു ഗതികേടേ. അങ്ങോർക്ക് എന്താ പണിയെന്ന എല്ലാവരുടെയും വിചാരം. സ്വന്തം പണി കൂടാണ്ട് ഇപ്പൊ കണ്ടില്ലേ, ഓഫീസ് ക്ലാർക്ക്, പ്യൂണ്, പിന്നെ പ്രസവം. പ്രസവോ? ആ, ഏലിയാമ്മ ടീച്ചർ പ്രസവാവധിക്ക് പോയ 3 മാസത്തെ ക്ലാസ് ബാലമാഷ തലയല്ലേ? സൈലൻസ്. നോക്ക്, ഒരു പട്ടവും ഒരു കുട്ടി. ഈ കുട്ടി പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പട്ടം ഇങ്ങനെ പൊങ്ങി പൊങ്ങി ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റിന്റെ ഗതി അനുസരിച്ച് കുട്ടി ഇങ്ങനെ നൂല് അയച്ചു വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ പൊങ്ങി പൊങ്ങി നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് ചന്ദ്രനിലെത്തണമെന്നായിരുന്നു പട്ടത്തിന്റെ മോഹം. അപ്പോഴാണ് ഒരു കിളി ഇങ്ങനെ പറന്നു വന്നത്. എന്ത് കിളിയോ മാഷേ? എന്ത് കിളിയാ തനിക്കിഷ്ടം? തത്ത. ശരി, എന്നാൽ ഒരു പച്ച തത്ത തന്നെ ആയിക്കോട്ടെ. ഒരു തത്ത ആ വഴിക്ക് പറന്നിങ്ങനെ വന്നു. തത്തമ്മ അത്ഭുതപ്പെട്ടു പോയി. ഒരു കടലാസ് പട്ടം ഇത്ര ഉയരത്തിൽ പറക്കേ? തത്തമ്മ പട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാലോ നീയെ, കിളികൾക്ക് പോലും ഇത്ര ഉയരത്തിൽ പറക്കാൻ പറ്റില്ല. അപ്പോ അഹങ്കരിച്ചുകൊണ്ട് പട്ടം പറഞ്ഞു, ഇതിനേക്കാൾ എത്രയോ ഉയരത്തിൽ എനിക്ക് പറക്കാൻ കഴിയും. ആ നൂല് കെട്ടിയിരിക്കുന്നത് കണ്ടോ? ആ നൂലിന്റെ അറ്റം പിടിച്ചിരിക്കുന്ന കുട്ടിയെ കണ്ടോ? അവൻ ആ നൂലിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ നൂലില്ലായിരുന്നെങ്കിൽ പറന്ന് പറന്ന് ഞാൻ ചന്ദ്രനിലെത്തുമായിരുന്നു എന്ന്. പച്ചത്തത്ത അത്ഭുതം കൊണ്ട് കണ്ണു വിഴിച്ചു. അവള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നൂല് പൊട്ടിച്ചു തരാം, നിനക്ക് ചന്ദ്രനിലേക്ക് പറക്കാവല്ലോ. അപ്പോ പട്ടം പറഞ്ഞു, എങ്കിലൊന്ന് വേഗം മുറിച്ചു തരൂ, ഈ കുട്ടി എന്നെ എന്റെ ഇഷ്ടത്തിന് പറക്കാൻ സമ്മതിക്കുന്നില്ല. തത്ത നൂലറുത്തു മുറിച്ചു. നൂല് മുറിഞ്ഞപ്പോ എന്തു സംഭവിച്ചു എന്നറിയോ? നിയന്ത്രണം വിട്ട പട്ടം തലയും കുത്തി താഴേക്ക് താഴേക്ക് വന്ന് പതിച്ചു. ഒടുവിൽ അതൊരു ചെളിക്കുണ്ടിൽ വന്ന് വീണു. പാവം കുട്ടി അത് കണ്ട് കരഞ്ഞുപോയി. നന്നായുള്ളൂ. എന്ത്? ആ പട്ടത്തിന്റെ അഹങ്കാരം. കുട്ടികളെ, നിങ്ങളാണ് ഉയരത്തിൽ പറക്കുന്ന ആ പട്ടങ്ങൾ. പട്ടം പറപ്പിക്കുന്ന കുട്ടി എന്നെ പോലുള്ള മാഷന്മാരും. എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ. ആ നൂല് ഒരു ബന്ധനമായിട്ട് കാണരുത്. അത് പൊട്ടിച്ചു കളഞ്ഞാൽ നിയന്ത്രണം വിട്ട് താഴെ ചെളിക്കുണ്ടിൽ വീഴും. ആ, ഇനി നമുക്ക് ഈ പടം വരയ്ക്കാം. വെണ്ടയ്ക്കും പാവയ്ക്കും മാത്രമല്ല, ഇത്തിരി നിലവാരമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയാൻ വലിയേട്ടന്. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? നീ പാട്ട് പഠിച്ചത് അടുക്കളയിലിരുന്ന് മൂളാനല്ലേ? അപ്പൊ അതുമില്ല അല്ലേ? ശ്രീധരമാമയുടെ സ്വരം ഇവിടെ ഓരോ മന്ദരിക്കും അറിയാം. മരുമകളായിട്ട് ചീത്തപ്പേരുണ്ടാക്കണ്ടെന്ന് കരുതിയാ. നീ നോക്കിക്കോ, ഈ ചിത്രം നാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടും. കുറഞ്ഞതൊരു അക്കാഡമി അവാർഡിനെങ്കിലും സ്കോപ്പ് ഉണ്ട്. അത്ര കേമൊന്നുമല്ല, ഒരാനച്ചന്തം അത്രേ ഉള്ളൂ. നീ എന്റെ ഉള്ള മൂട് കളയും. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കണ്ടൂടെ, ഞാൻ അമ്മമ്മയ്ക്ക് കഞ്ഞിയും കൊണ്ട് വന്നതാ.
അമ്മാമ എന്തായി കാട്ടണേ? ഈരമ്മാമ എന്തായി കാട്ടണേ? കാല് മുറിഞ്ഞു കേട്ടോ. എന്തിനാ ഇങ്ങനെ സ്വയം വേദന നിന്നേ? കഞ്ഞുണ്ട. കൃഷി ചെയ്യണത് എങ്ങനെയാണെന്ന് താൻ എന്നെ പഠിപ്പിക്കണ്ട. പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. അല്ല, കോഴിപ്പറമ്പൻ തങ്കപ്പന് കഴിഞ്ഞ കൊല്ലത്തെ വിളവ്. കോഴിപ്പറമ്പൻ എന്നാ നെല്ലും കൃഷിയും കണ്ടേ. തോട്ടപ്പള്ളിപ്പാടം മുഴുവൻ എന്ന് വെച്ചാ തെക്ക് റെയിൽവേ പാലം മുതല് മല്ലഞ്ചിറക്കാവ് വരെ മുഴുവൻ ചമ്പാവാർന്നു. ഇന്നും ചമ്പാവിന് പറ്റിയ ഭൂമിയാ. മരത്തേമ്പള്ളി വക 90 സെന്റ് ശേഷിച്ചിട്ടുള്ളെങ്കിലും ചമ്പാവ് മതി. ഇനി കൊണ്ട് വേഗം ചെല്ലുക പാടത്തേക്ക്. അല്ല, ചാരോടാൻ ആ മാപ്പിളയ്ക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അളക്കുവോ അയാള്? വൈകാതെ കൊടുക്കാന്ന് പറ. തറവാട്ടില് മുടിയേറ്റും കർമ്മങ്ങളുമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിലാണെന്ന് പറയേ. മാപ്പിളയോട് പറഞ്ഞു നിൽക്കാം. ഭഗവതിയോട് വയ്യാലോ. നാണിക്കുട്ടിയേ, മരുന്ന് കഴിച്ചോ താൻ? മുടങ്ങിയ ഫലം ഉണ്ടാവില്ല. ഈ ചെയ്തതൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും. സൂക്ഷിച്ചാ നല്ലത്. നോക്കാൻ ആൺകുട്ടികളില്ലാന്ന് ഓർമ്മ വേണം. ദേവൂട്ടി വന്നിട്ടുണ്ട്. കഞ്ഞി എടുത്തു വെക്കട്ടെ. ആ, ഏട്ടാ, തൃശൂക്കാരുടെ ഒരു വിവരവും പിന്നെ അറിഞ്ഞില്ല. ഇനി എന്തറിയിക്കാനാ? പറഞ്ഞ ദിവസം അവര് വരും. എല്ലാരും നടക്കും തന്നെയാ കരുതിയിരിക്കണേ. ബാലൻ PF-ന്നും അവിടെ നിന്ന് ആയിട്ട് ഇത്തിരി കാശിനുള്ള വഴിയും കണ്ടുവച്ചിട്ടുണ്ട്. ഇതും മുടങ്ങില്ല. മരത്തേം പള്ളിയിലെ കന്യകൾ നിന്ന് അറിയിക്കാൻ ഭഗവതി ഇടവരുത്തില്ല. പിന്നെ എല്ലാ കാര്യവും അവരോട് പറഞ്ഞിട്ടുണ്ട്. ചെക്കൻ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. നമ്മളും ആരെയും ചതിക്കണില്ല. മരത്തേം പള്ളിയിലെ പെൺകുട്ടികൾക്കാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലേ. പിന്നെന്താ? എന്നാലും എത്ര ആലോചനകളാ വന്ന് മുടങ്ങി. പെണ്ണ് കാണാൻ വരണമെന്ന് പറഞ്ഞാൽ തന്നെ ആ കുട്ടിക്ക് പേടിയാ. പിന്നെ ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാലൻ. വലിയ മാമ വഴക്ക് പറയുമെന്ന് അവനൊരു പേടി. ഒരു 10 പവന്റെ പൊന്നെങ്കിലും കൊടുക്കണ്ടേ അവൾക്ക്? പറമ്പിന്റെ വടക്കുന്ന് ഒരു 20 സെന്റ് കൊടുക്കാന്നാ ബാലൻ പറയണേ. ആളുണ്ടോ? കോഴിപ്പറമ്പിലെ തങ്കപ്പൻ നല്ല വില തരാന്ന് പറഞ്ഞു. എന്താ ഏട്ടൻ ചിരിക്കണേ? വടക്കേ പറമ്പിന്റെ പടിഞ്ഞാറെ അതിരില് ഒരു തന്തപ്ലാവ് ഉണ്ടായിരുന്നു. ഞവണിക്കാ മുട്ടയിട്ട പോലെ ആ ചക്ക. അന്ന് ചക്കയും മാങ്ങയും കാക്കയ്ക്കും കിളികൾക്കാ. പഴുത്തു വീണ ചക്ക പെറുക്കാൻ തങ്കപ്പം വരും. ഒരിക്കൽ അച്ഛൻ ഓടിച്ച് കൈതക്കാട്ടി ചാടിച്ചു. കോണാനും കൊടുത്ത് ചക്കയും തലയിൽ വെച്ചുകൊണ്ടുള്ളൊരു ഓട്ടം. അല്ലാണ്ട് എന്താ ചെയ്യുക? ഇഷ്ടം പോലെ ചെയ്യാൻ പറ. തങ്കപ്പേട്ടന്റെ കയ്യില് പൂത്ത കാശാ 20,000 രൂപ. ദേ ഇത്രയുള്ള 2 കെട്ടേ ഉള്ളൂ. ബാലേട്ടൻ ബാഗൊക്കെ ആയിട്ടാ ചെന്നത്. മടിയിൽ വെക്കാനില്ല. ആധാരം ഒപ്പിട്ട് കൊടുത്തപ്പോ ബാലേട്ടൻ ശരിക്കും വിറച്ചു. എനിക്കൊന്നും തോന്നിയില്ല. വിറ്റ് ചേട്ടനും അനിയനും കൂടി തറവാടും വിൽക്കും. ആളുണ്ടെങ്കിൽ വിൽക്കും, എന്നാലേ ഗതി പിടിക്കൂ. ദേവി, ഇവർക്കൊക്കെ എന്താ ഈ തറവാട് വിൽക്കേ? അമ്മ വെറുതെ പറഞ്ഞതാ അമ്മേ. വെറുതെ ഒന്നുമല്ല, കാര്യമായിട്ടാ പറഞ്ഞത്. തങ്കപ്പേട്ടനോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താ നീ പറയണത്? ആളുണ്ടെങ്കിൽ ഇത് വിറ്റുകളയാം. എന്നിട്ട് ദൂരെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ഒരു വീട് വാങ്ങാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ആരും രക്ഷപ്പെടാൻ പോണില്ല. സുഖമില്ലാത്ത ഒരാളുണ്ട്.
മോളില്. ആ കണ്ണിയാ പൊട്ടിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ വല്ല ഭ്രാന്താശുപത്രിയിലും ചേർക്കണം. അല്ലെങ്കിൽ കൊന്നുകളയണം. അല്ലാതെ ഇങ്ങനെ നരയിപ്പിക്കല്ലേ വേണ്ടത്. എത്ര നാളായി നീ ഒന്ന് മൂളി കേട്ടിട്ട്? കഴിഞ്ഞില്ലേ നിന്റെ പണി? കൊറേ നേരമായല്ലോ ചൂലുമായിട്ട് നടക്കണു. ഈ കുട്ടി വല്ലാതെ കോലം കിട്ടു പോയല്ലോ. ഇനി നിത്യം ഒത്തിരി രക്തചന്ദനം അരച്ചിടണം. എന്താ വേണ്ടത് മാമയ്ക്ക്? നിറച്ച് വെള്ളം കോരിയിട്ടിട്ടുണ്ട്. അമ്മ സുഖമായിട്ടൊന്ന് കുളിക്ക്. ഇത് നടക്കൂന്ന് പറയണേ. തൃശ്ശൂരാ. അമ്മമ്മയ്ക്ക് എന്ത് പായസം ഇഷ്ടം? പരിപ്പ് വേണോ പാലട വേണോ? നാള് കുറിക്കാനാ പറഞ്ഞത്. ജാതകത്തിലും പഴങ്കഥകളിലൊന്നും വിശ്വാസമില്ലാത്ത ആളാത്രേ. അതെടുക്കണ്ട, അവിടെ വെക്കാൻ കളയാൻ. അമ്മയെ കുട്ടിയുടെ കയ്യൊന്ന് കഴിച്ചു കൊടുക്കും. വേറെ പപ്പടം തരാൻ പറ അമ്മോട്. ചെല്. കുട്ടി എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നേ? അച്ഛമ്മ കുട്ടിക്ക് 2 കയ്യിലും പപ്പടം തരാം കേട്ടോ. വാ. പാലാ. അവര് വന്നോ? അവര് വരില്ല. അയാളുടെ അമ്മാവന്മാര് സമ്മതിക്കണില്ല എന്ന്. ഒരു പരീക്ഷണം വേണ്ടെന്നാ പറയണേ. ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കേ? നിന്റെ കുട്ടീനെ മോഹിപ്പിച്ചിട്ടോ? ഏട്ടൻ പത്തരയുടെ വണ്ടിക്ക് സ്റ്റേഷനിൽ കാക്കാന്നല്ലേ പറഞ്ഞത്? അവര് വരില്ലെന്ന്. ഭ്രാന്തന്മാരുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടിട്ട് ഒരു പരീക്ഷണം എന്തിനാ അവർക്ക്? വല്യേട്ടാ, നീ ഉണ്ടോ? ഉവ്വ്. വല്യേട്ടൻ എന്താ ഉണ്ണാൻ വരാതിരുന്നത്? ആ, ഉണ്ണണം. വല്യേട്ടൻ എന്തിനെന്നെ വിളിപ്പിച്ചേ? അത് തൃശ്ശൂരിന്ന് വരില്ല അല്ലേ? നന്നായി. ആദർശം ത്യാഗമൊന്നല്ലേ വിവാഹം. ദേശീയാലയത്തിലെ പെണ്ണിനെ കല്യാണം കഴിച്ച ഹീറോകളുടെ കഥകൾ വായിച്ചിട്ടുണ്ട്. സ്നേഹമല്ല അത്, ഒരുതരം ദയ. ഇതും അതുപോലെ എന്നോടുള്ളൊരു ദയ. വേശ്യാലയല്ലെന്ന് മാത്രം, ഭ്രാന്താലയം. നന്നായി. പോട്ടെ, സാരല്ല. മോക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. മോളുടെ വിവാഹം വലിയേട്ടന് ആർഭാടായിട്ട് നടത്തും. വയ്യ, ഇനി ഈ കോലം കെട്ടാൻ വയ്യ. എത്ര പേരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിന്നു കൊടുത്തത്. മടുത്തു.
ഞാൻ എന്ത് സഹിച്ചോളാം, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിഞ്ഞോളാം. പക്ഷേ ഈ അപമാനിക്കപ്പെടുന്നുണ്ടല്ലോ, അതിനി വയ്യ. ഒരു ഉപകാരമില്ലെങ്കിലും നമ്മുടെ മച്ചി പശുവിനെ കശാപ്പുകാർക്ക് കൊടുത്തില്ല. ഇപ്പോഴും പുല്ലും വയ്ക്കലും കൊടുക്കുന്നുണ്ട്. അത്രയും ദയ എന്നോടും കാണിച്ചാൽ മതി. ഇനിയും നടത്തിക്കോ പൂജയും തുള്ളലും. ഞാൻ പറയുമ്പോ തെമ്മാടിയായി. ഇവിടെ മനുഷ്യരെക്കാൾ വലുത് കാളിയും കൂളിയുമാ. ഒരു ദിവസം ഈ കല്ലും കട്ടയൊക്കെ തല്ലി ഉടക്കും ഞാൻ. എന്റെ പരദേഹങ്ങളെ പുറത്തേക്കവിടെ വരുത്തി വെക്കൂലേ ഈ കുട്ടി. അന്നെങ്ങാണ്ട് ഒരു കാർന്നോർ ചെയ്ത ഫലം നീ അനുഭവിക്കണേ. നീയായിട്ട് ഈ തറവാട് നശിപ്പിക്കോ? നശിക്കണം. ഇത് നശിക്കാതെ ആരും രക്ഷപ്പെടില്ല. ഇങ്ങനെ ഒരു വിധി ഉണ്ടായത് ഞങ്ങളുടെ ആരുടെയെങ്കിലും കുറ്റാണോ? അതെ, ആരും ഒഴിഞ്ഞു മാറണ്ട. ഈ ശാപത്തിന്റെ കുരുക്കിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ആരെയും അനുവദിക്കില്ല. ആദ്യം അടിച്ച് പുറത്താക്കേണ്ടത് വല്യമാമയാ. ഗോപി, മതി പറഞ്ഞത്. എനിക്കിവിടെ ഒരു അവകാശമില്ലല്ലോ, ഒന്നും പറയാൻ പാടില്ല. പറയുന്നതിന് ഒരു അതിരുണ്ട്. പറയുന്നതിന് മാത്രമല്ല, ചെയ്യുന്നതിനും ഒരതിരൊക്കെ വേണം. എന്തിനാ ഒരു മനുഷ്യനെ ചങ്ങലയെ പൂട്ടി അറക്കകത്തിട്ട് നരയിപ്പിക്കുന്നേ? ഇതിനും ഭേദം കുറച്ച് വിഷം കൊടുത്ത് കൊല്ലുന്നതാ. ഗോപി പൊയ്ക്കേ, ഇങ്ങനെ കൂടെ സ്വയം മറന്നാലോ? നമ്മുടെ സുമിത്രയ്ക്ക് ഇവിടുന്ന് ഒരു മോചനം വേണ്ട ഇടത്തി. ഇതൊക്കെ കണ്ടും കേട്ടുവാ ഈ കുട്ടികൾ വളരണത്. ശ്രീധരമാമയുടെ മുറി ഹരിക്കുട്ടന് വേണ്ടി കരുതി വെക്കണോ? നമ്മുടെ മണിക്കുട്ടി ഒരു വീടാക്കണം പോലെ. ഗോപി, ഇത്ര സോഫ്റ്റാ ഗോപി? വിപ്ലവകാരി കരയ്യ? ഇവിടെ ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല, ബാലേട്ടന് പോലും. അതാ സങ്കടം. ബാലേട്ടന് എല്ലാം മനസ്സിലാവും. എല്ലാരെയും മനസ്സിലാക്കുന്നതാണ് ബാലേട്ടന്റെ നിസ്സഹായത. നമുക്കൊക്കെ നമ്മുടെ സ്വന്തം കാര്യങ്ങളോട് മാത്രം നീതി കാണിച്ചാൽ മതി. ബാലേട്ടനതല്ല, എല്ലാരോടും കാട്ടണം. സുമിത്രയുടെ കാര്യത്തില് ബാലേട്ടന് ഒട്ടും വിഷമില്ലെന്നാ നീ കരുതണേ? ആ മനസ്സിന്റെ നീറ്റില് ആർക്കും അറിയില്ല. ദാ ബാലേട്ടൻ ഗോപിക്ക് വാങ്ങിയതാ. എന്തിനാ എനിക്കിപ്പോ ഇതൊക്കെ? എന്തിനാന്നോ? ഇന്റർവ്യൂവിന് പോവാൻ. ഞാൻ പോണില്ല. ഒക്കെ പ്രഹസനങ്ങളാ. ചോദിക്കുന്ന കാശ് കൊടുക്കുന്നവരെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒക്കെ ഒരു നാടകം. വിഡ്ഢിവേഷം കെട്ടാൻ എനിക്ക് വയ്യ. പോണം ഗോപി. എന്റെ മനസ്സ് പറയുന്നു നിനക്ക് ഈ ജോലി കിട്ടുന്നു. എന്നിട്ട് നീ രക്ഷപ്പെടണം ശാപം കിട്ടിയ വീട്ടിൽ നിന്ന്. കഴിയുമെങ്കിൽ സുമിത്രയും രക്ഷപ്പെടുത്തണം. നമ്മുടെ തറവാടിന്റെ ശാപങ്ങളൊക്കെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ വയ്യ. ശ്രീരമാവ, ഇതൊന്ന് അഴിച്ചു തരുമോ? അഴിക്കാം. പിന്നെന്തൊക്കെയാ വേണ്ടേ? പുറത്തു പോകണം. പണ്ട് ഈ ബാലിനെ തോളത്ത് കയറ്റിക്കൊണ്ടുപോകാറുള്ള കുന്നുംപുറത്ത്. അല്ലെങ്കിൽ എന്നേക്കുമായി ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു പോകണം. ഓർമ്മയുണ്ടോ കുന്നുംപുറത്ത് ആകാശം നോക്കിക്കിടന്ന രാത്രികൾ? നക്ഷത്രങ്ങൾ അടർന്നു വീഴുമ്പോ പൊലിയുന്നതിന് മുമ്പ് വിചാരിക്കുന്നത് എന്തും നടക്കും. മേനാച്ചേരിലെ കുട്ടി അമ്മായിയായി വരണമെന്ന് വിചാരിക്കാൻ പറഞ്ഞു. വലിയ കണ്ണുള്ള
ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. മുട്ടറ്റ മുടിയും വലിയ കണ്ണുകളും. എങ്ങനെയാ മരിച്ചേ? വിഷം തീണ്ടിയതാ. മല്ലഞ്ചരക്കാവില് അന്ത്യത്തിരി കൊളുത്താൻ പോയപ്പോ ശ്രീധരമ്മാമയുടെ മടിയിൽ കിടന്നാ മരിച്ചേ. श्रीजयदेवे कृतहरिसेवे भणति परम रमणीयम्। श्रीजयदेवे कृतहरिसेवे भणति परम रमणीयम्। प्रमुदितहृदयम् कृष्णा कृष्णा प्रमुदितहृदयं हरिमति सदयं नमत सुकृति गमनीयं। नमत सुकृति गमनीयम्। मृगमद सौरभ रभसवशं वद नवदलमालतमाले। युवजन हृदय विदारण मनसिज नखरुचि किं शुकजाले। नखरुचि किं शुकजाले। समेतं कृतसङ्गेतं वादयते मृदुवेणुं। बहुमनुते ननुते तनुसङ्गत पवनचलितमपि रेणुं। पवनचलितमपि रेणुम्। विगलितवसनं परिहृतरशनं घटय जघनमभिधानं। किसलय शयने पङ्कजनयने निधिमिव हर्षनिदानम्। चन्दन चर्चित नीलकलेबर पीतवसन वनमाली। केळि चलन्मणि कुण्डलमण्डित गण्डयुग स्मितशाली। गण्डयुग स्मितशाली।
നീ നിന്നോടാ, അവസാനം നിന്റെ അമ്മയെ പോലെ കറുത്തു വരും. ടേസ്റ്റ് തിന്നാ കറക്കും, പക്ഷെ ഉമിക്കരി തിന്നാ വെളുക്കും. ഏ രണ്ടും തിന്നില്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ വീട്ടും എടുക്കണാവട്ടോ. ആരാ കൊട്ടൻ ചുക്കാതെയാണോ ഒരു ഇത്തിരി ഇങ്ങോട്ട് ഒഴിച്ചേ? മുത്തശ്ശി ഇത് വെളിച്ചെണ്ണയാണ്. കൊട്ടൻ ചുക്കാതി തീർന്നിട്ട് എത്ര ദിവസമായി എന്നറിയോ? നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു വിചാരവും ഇല്ല. ചത്ത് കിട്ടിയാ മതി എന്നാ. മുത്തശ്ശി മറന്നിട്ടല്ലേ? എന്തോ നാളെ മുത്തശ്ശിയുടെ എണ്ണ വാങ്ങിക്കുന്ന കാര്യം നീ എന്നെ ഓർപ്പിക്കണട്ടോ. ഇവളാ, നീ ഓർക്കണില്ല, പിന്നെ ഇവള്. മുത്തശ്ശി ഞാൻ ഏറ്റു. നിദ്രയും വന്നിതുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. യുദ്ധം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ട് അങ്ങനെ ശ്രീധരനും പോയി. വല്ലാത്തൊരു വിധിയാണ് കേട്ടോ അയാളുടെ. 24 കൊല്ലം തൊടല്ലേ. മരിച്ചിട്ട് സമാധാനം ഉണ്ടായോ? വെട്ടിക്കീറേണ്ടി വന്നില്ലേ? ഇനിയിപ്പോ ഈ തലമുറയില് ബാലനും ആ ചെക്കനും അല്ലേ ഉള്ളൂ ആൺകുട്ടികളായിട്ട്. അടുത്തത് ആർക്കാണാവോ? വെറുതെ വേണ്ടാതിനെ പറയരുത്. വേണ്ടാതിനൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് പൊറുക്കണ ആളല്ല. ദാരികന്റെ തലയിറത്തിട്ട് മടങ്ങിയോ കോപം? എന്നിട്ടൊടുവിൽ അച്ഛൻ തന്നെ ഒന്ന് മാർഗമധ്യ കിടക്കേണ്ടി വന്നു. അറിയാതെ അച്ഛന്റെ ശിരസി ചവിട്ടിയപ്പോഴാ ഒന്ന് അടങ്ങിയത്. ആ നോക്കിക്കോ, ഉടനെ പ്രത്യക്ഷം കാണിക്കും. കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേടിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ബാലട്ട, ചെന്നെന്തെങ്കിലും കഴിക്കേ. ഗോപി, ശ്രീധരമാമ ഇപ്പം മരിക്കില്ലായിരുന്നു. ഞാനാ കാരണം. മുറി തുറന്നു കൊടുത്തപ്പോ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ശ്രീധരമാമ മാത്രമല്ല, എല്ലാരും കുറെ കൂടി നേരത്തെ വേണ്ടിയിരുന്നു. ആ ശാപത്തിന്റെ കണ്ണി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നല്ലേ നിനക്ക് പോകേണ്ടത്? അതെ, പോണെങ്കിൽ രാത്രി വണ്ടിക്ക് പോണം. പോണം. അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. വാ. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. വരൂ, വല്ലതും കഴിച്ചിട്ട് കിടക്കാം. അവൻ പോയതിൽ ആശ്വസിക്കാൻ നമുക്ക്. നരയിക്കണ്ടല്ലോ. ഇനിയിപ്പോ ബാലന്റെയും ഗോപിയുടെയും കാര്യം ഓർക്കുമ്പോഴാ. ദേവി ഒന്നും വരുത്തില്ല. ഗോപിനാഥൻ പോയോ? പോയി. ഭഗവതി അവന് നല്ലത് വരുത്തണേ.
ബാലേട്ടാ 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 ബാല അത് നോക്കും മോളെ. ഇന്ദു എന്താ മോളെ? ബാല മോനെ മോനെ ബാല ചേട്ടാ മോനെ ബാല നിനക്ക് എന്ത് പറ്റി ബാല? വെള്ളം. സ്വപ്നം കണ്ടതാ. അമ്മേ മഹാകാളി, എന്റെ മോനെ ചതിച്ചോ? ഇനി അടങ്ങാറായില്ലേ നിന്റെ കോപം? എന്റെ പൊന്നു മോനെ ബാല. എന്താ അമ്മ ഇത്? എന്തിനാ കരഞ്ഞ് വെള്ളം ഉണ്ടാക്കുന്നേ? എനിക്കൊന്നുമില്ല. ചേട്ടാ, ഈ പൂജയും വഴിപാടും ഒക്കെ കഴിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ലല്ലോ. എനിക്കൊന്നുമില്ലെന്നേ. മോനെ അമ്മ എനിക്കൊന്നുമില്ല. ഞാനൊരു സ്വപ്നം കണ്ടതല്ലേ. ചേട്ടാ, എന്റെ മോൻ. എല്ലാരും പുറത്തേക്ക് കടന്നു നിൽക്ക. വരാ വരാ. എന്ത് പേടിച്ചു പോയോ? ഞാൻ ശ്രീധരമാമയെ സ്വപ്നം കണ്ടല്ലേ. കരയാതെ. മോള് പേടിച്ചു പോയോ? അച്ഛനൊന്നുമില്ല കേട്ടോ. കരയാതെ എന്തോ. നീ ഇങ്ങനെ ബഹളം വെച്ചാലോ അവന് വിഷമം തോന്നില്ലേ? അവനൊന്നും വരുത്തില്ല ദേവി. ശ്രീധരനോട് കൂടി കഴിഞ്ഞു എന്നാണല്ലോ അന്ന് പ്രസവത്തിൽ പറഞ്ഞിരുന്നത്. നീ സമാധാനിക്ക്. നമുക്കൊന്നുകൂടെ നോക്കാം. അമ്മ ചതിക്കില്ല. ശ്രീധരനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ തുടക്കം. നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരിക്കാവോ? ഞാൻ മിണ്ടുന്നില്ല. എന്റെ വാക്കിന് നിങ്ങൾക്ക് ആർക്കും വരില്ല. പിന്നെ എങ്ങനെയാ തീരുന്നത് ശാപം? പണിക്കരോടൊന്ന് വരാൻ പറയാം. എന്താ ഒഴിവായിട്ടില്ല. കർക്കിടക പ്രശ്നമാണ്. 12 വ്യാഴം, 6 ചന്ദ്രനും 8 ചൊവ്വായും. ദുർഘട പ്രശ്നമാണ്. പ്രശ്നവിദ്യാൽ ബുദ്ധിഭ്രമം, സന്താന ദുരിതം, ബന്ധുവിരോധം ഇത്യാദി ഫലങ്ങൾ അനുഭവിക്കും. ദുർമൃതിയാണ് കാണുന്നത്. പരിഹാരം ഉണ്ടാവാണ്ട് വരുവോ? പരിഹാരമില്ലാത്ത എന്താ ഉള്ളേ? നോക്കിക്കളെ. എത്രയായി നാരായണ? 3 കഷ്ണം പുട്ടും 1 കടലയും ചായയും. 1.95. ഒരു കോളൊത്ത പോലെ ഉണ്ടല്ലോ. എവിടെയായിരുന്നു? മരത്തേമ്പള്ളിയില്. ബാലമാഷക്ക് സുഖമില്ല. എന്റെ പാരമ്പര്യമായിട്ടുള്ളത് തന്നെയാ. അല്ല കുമാരേട്ടാ, അറിഞ്ഞോ? എന്തേ? നമ്മുടെ ബാലഗോപാലൻ മാഷ്ക്ക് ഇളകിന്ന്. കുട്ടേട്ടാ അറിഞ്ഞ? ഞാൻ പറയുമ്പോ എല്ലാവർക്കും പുച്ഛ. ഇപ്പൊ കണ്ടില്ലേ? എന്ത് കണ്ടു എന്നാ പറയണത്? ഒരു സ്വപ്നം കണ്ടതിനാ? ഈ ലോകത്ത് ആരും സ്വപ്നം കാണാറില്ലേ? സ്വപ്നം എല്ലാരും കാണാറുണ്ട്. പക്ഷെ ഇതല്ല. എന്റെ വല്യമാവ കളകിയ ഒരു സ്വപ്നത്തിൽ നിന്നാ. ശ്രീധരനും അതെ. അന്ന് ആരും ശ്രദ്ധിച്ചില്ല. വെറും സ്വപ്നല്ലേ. ബാലനാ ഗതികേട് ഉണ്ടാവരുത്. പരിഹാരം എന്താ ചെയ്യണം?
പൂജയും തുള്ളലായിരിക്കും. ഇനി അതവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, എന്റെ ബാലൻ ഭ്രാന്ത് പിടിച്ച് നശിച്ചോട്ടെ എന്ന് ഇല്ലേ? അത് നടത്താത്തതിന്റെ പേരിൽ ബാലേട്ടൻ ഭ്രാന്തനായി പോയാൽ പോട്ടെ. ആ കുട്ടി പോയോ? പോയി. അവൻ വല്ലതും കഴിച്ചുവോ? ഒന്നും വേണ്ട, കാപ്പി മാത്രം മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവനത് കുടിക്കാൻ നിന്നില്ലാലോ. ഒച്ചയും ബഹളേ ഉള്ളൂ. പാവാ. അവൻ ഇന്റർവ്യൂവിന് പോയ കാര്യമല്ലോ പറഞ്ഞോ നിന്നോട്? നന്നായിരുന്നു അത്രേ, ചിലപ്പോ കിട്ടുന്നാ പറഞ്ഞത്. ആ, രക്ഷപ്പെട്ടാ മതിയാർന്നു. ഇവിടെ എല്ലാവർക്കും ഒരു കുട്ടിക്കളിയാ. ആരോടാ കളിക്കണേന്ന് അറിയില്ല. പരിഷ്കാരം മൂത്ത് കാവില് അടിച്ചളിയില്ല, വിളക്കില്ല. കൊല്ലം ഒരു കളമ്പാട്ടും മുടിയേറ്റും നടത്തും. അതും ഒരു കടക്ക്. ഗംഗാറിനുള്ളോണ്ട് അത് നടക്കണു. ഇല്ലെങ്കിലോ ദേവി, എന്റെ കുഞ്ഞിന്റെ മൂക്ക് പോലും വേർപ്പിക്കല്ലേ. നീ വിഷമിക്കണ്ട മോളെ, ഈശ്വരൻ നിന്നോട് ഒരു കടുകയും ചെയ്യില്ല. അവനൊന്നും വരത്തില്ല ദേവി. എങ്കിലും മോളൊന്ന് ശ്രദ്ധിച്ചോളണം. ശ്രീധരന്റെ കൊല കഴിഞ്ഞ പണിക്കര് പറഞ്ഞതൊക്കെ ചെയ്യിക്കണം. 41 ദിവസം ചോറ്റാനിക്കര കുളിച്ചു തൊഴുത് ഭജന വരുത്തണം. കൊടുങ്ങല്ലൂർക്ക് ഒരാൾ രൂപം എല്ലാം ചെയ്യണം. ബാല, സഞ്ചയനം കഴിഞ്ഞില്ലേ? ഇനി ആ ദീക്ഷ ഒന്നെടുക്ക്. നാളെ സ്കൂളിൽ പോകുമ്പോ എടുക്കാം. കഞ്ഞി എടുത്തു വയ്ക്കട്ടെ? ആ, ഇത്തിരി കഴിയട്ടെ, വിശപ്പില്ല. വിശപ്പുണ്ടാവില്ല. ശ്രീധരൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആ, അല്ല, ആരാത്? വാ. പിന്നെന്താ ഈ വഴിക്കൊക്കെ? ഇരിക്കി. ശ്രീധരൻ നായരുടെ ശവദാഹത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് വേഗം കിട്ടിയില്ലേ? ആ, ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല. അല്ല, സംശയം വല്ലതും? എന്ത്? അപകടമരണമായിരുന്നല്ലോ അത്. തനിയെ പറ്റിയതാണോ അതോ ആരെങ്കിലും പറ്റിച്ചതാണോ? അല്ല, ഞാൻ ചുമ്മാ ഒന്ന് സംശയിച്ചതാണേ, കാര്യമില്ല. എന്നാലും ഞാൻ വന്നത് ആ, അത് മറന്നു. വിശേഷിച്ച് ബാലന് ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്ന് വെച്ച് അങ്ങനൊന്നുമില്ല, വേണ്ടാത്ത സ്വപ്നമൊക്കെ കാണുന്നു. പിന്നെ പൊതുവെ ഒരു മാറ്റം. കർത്താവേ, അപ്പൊ ദേവിയുടെ ശാപം പാരമ്പര്യം എന്നൊക്കെ പറയണത് ശരി തന്നെയാണോ നായരെ? ആ ദോഷമൊക്കെ തീർന്നു എന്നാ കരുതിയിരുന്നേ. ഇപ്പൊ പ്രശ്നം വെച്ചപ്പോ മുഴുവൻ അങ്ങോട്ട് ഒഴിവായിട്ടില്ലെന്നാ കാണണേ. അങ്ങനെയാണെങ്കിൽ വല്ല ഭ്രാന്താസ്പത്രിയിലും ഒന്ന് കാണിക്കായിരുന്നില്ലേ? ചികിത്സിച്ചാ മാറും. പക്ഷെ അവന് കുഴപ്പമൊന്നുമില്ല. പരിഹാരമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ വരുമ്പോ അവനെ ഒന്ന് ശ്രദ്ധിച്ചോളണം. മാഷോടാകുമ്പോ ഞങ്ങൾക്കിത് പറയാലോ. പിന്നെന്താ, ഉപദ്രവമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. അതെ, ആ, നമ്മുടെ ബാലൻ മാഷുടെ അമ്മാവനാ. മാഷുടെ തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ശ്രീധരൻ നായരുടെ കാര്യം. ആ, കാപ്പി വേണം? വേണ്ട, ഞാൻ ഇറങ്ങാണ്. പിന്നെ മാഷ് ഇത് അധികം ആരോടും പറയണ്ട, രഹസ്യമായിട്ടിരുന്നാ മതി. അതത്രേ ഉള്ളൂ. ബാലൻ നമ്മുടെ സ്വന്തം ആളാ, വിഷമിക്കണ്ട. പുറമെ ആരും അറിയില്ല. അറിയിക്കാൻ പാടില്ലല്ലോ. എന്നാ വരട്ടെ. ഓ, അങ്ങനെ എന്റെ മണിക്കുട്ടി പഠിച്ച് വലിയൊരു ആരാവണം? വലിയ ഡോക്ടർ ആവണം. ഹരിക്കുട്ടനെ നമുക്ക് ആരാക്കണം? അവൻ വക്കീലായ മതി. എന്നിട്ട് നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് 2 ബോർഡ്, അത് അച്ഛൻ എഴുതിക്കോളാം. ഡോക്ടർ അനിത എം ബാലഗോപാൽ, BSc MBBS, അഡ്വക്കേറ്റ് ഹരിദാസ് എം ബാലഗോപാൽ, BA LLB. വൈകുന്നേരം ആവുമ്പോ കാശ് എത്രയാ വരിക? വലിയൊരു പെട്ടി ഉണ്ടാക്കി നോട്ടിന്റെ കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെക്കണം.
എന്നിട്ട് ചെറിയച്ഛൻ കാശ് ചോദിക്കുമ്പോ ഒരു കെട്ട് നാ പിടിച്ചോ. നിന്റെ അമ്മയ്ക്ക് 1/2 കിലോന്റെ ഒരു സ്വർണ്ണമാല. അച്ഛനൊന്നും വേണ്ട. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. പിന്നെ സുഖല്ലേ നിനക്ക്? എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ നിനക്കെന്താ ഒരു ചൊടിയില്ലാത്ത? എന്നും എന്തെല്ലാം കാര്യങ്ങളാ നീ ചോദിക്കണേ? എന്ത് പറ്റി എല്ലാത്തിനും? അമ്മയും മക്കളും ഒക്കെ അതെ. വാ, പറയണ രസിക്കണില്ലെങ്കിൽ അച്ഛനൊന്നും മിണ്ടണില്ല. വാ. മോള് പോയിക്കോ. എന്താ മത്തായിച്ച, ഇന്ന് ഗാന്ധിജിക്ക് വല്ലതും പറ്റിയോ? പോവായോ? തിരി ധൃതിയുണ്ട്. ഞാനാ നാരായണൻ. ഇതെന്താ നാരായണ ചില പുത്തൻ രീതികളൊക്കെ? നാരായണനെ കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ? എന്റെ പൊന്ന് നാരായണ, അക്ഷരം വായിക്കാൻ മാത്രം മതി കണ്ണട, അല്ലാതെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാന് ചായ ഒന്നാവാം. എന്താ? ആയിക്കോട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലേ നാരായണ? ഓർമ്മയൊക്കെ ഉണ്ട്, ആളുകളെ തിരിച്ചറിയുന്നുമുണ്ട്. മൂത്തിട്ടില്ലല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നാരായണ സമയായിട്ടോ. എന്താ ഇറങ്ങിയേ? അല്ല, എന്താ രാവിലെ ഇറങ്ങിയെന്നേ? സ്കൂളിലേക്ക് ലീവ് കഴിഞ്ഞല്ലോ. സ്കൂളിലേക്ക് പോവാറായോ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയായിരുന്നു അല്ലേ? അതെ, ശ്രീധരമാമയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ ഞാനെന്തിനാ വെറുതെ വീട്ടിൽ കുത്തിരിക്കണേ? അതല്ല, മനസ്സിനിപ്പോ സമാധാനാണ് ആവശ്യം. എനിക്കൊരു മനസ്സമാധാനക്കേടുമില്ല. പറഞ്ഞു പറഞ്ഞതിന് ധ്വനി മനസ്സിലാവുന്നുണ്ട്. ഇതിലെന്തിനാ ചുണ്ണാമ്പ് വെച്ചേ? അല്ല, പാകത്തിന്. എന്റെ ഭാഗം എനിക്കറിയില്ലേ? നിങ്ങൾ കളിയാക്കാം മനുഷ്യനെ. വരൂ, ഇരിക്കൂ. ഇത്തിരി ലേറ്റായി. അത് സാരില്ല. ബാലനിപ്പോ വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അതൊരു കുഴപ്പമില്ല. അതെന്താ? അല്ല, അതൊരു പ്രശ്നമാക്കണ്ട. സ്കൂളിൽ തോന്നിയ പോലെ വരിക എന്നൊരു പ്രശ്നമല്ലേ? അല്ല, ബാലന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച. ബാലനോടുള്ള പ്രത്യേക താല്പര്യം എന്ന് തന്നെ വെച്ചോളൂ. എന്നോട് അങ്ങനെ പ്രത്യേക പരിഗണന ഒന്നും കാണിക്കണ്ട കേട്ടോ. അല്ല, ദാ ഇവിടെ തുപ്പിക്കോളൂ. ഗുഡ് മോർണിംഗ്. ഇടാം. ഒരു കൈക്കുമ്പിൾ നിറയെ വസന്തവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡ്രോയിങ് ക്ലാസ്സിൽ എന്തിനാ പൂക്കളെന്നാവും സംശയം അല്ലേ? പറയാം. നിറങ്ങളോടുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയാനാണ് ഈ വിദ്യ. ശോഭ വരൂ. കുട്ടി തന്നെ. വരൂ. എന്താ മാഷേ? ഹേയ്, ഒന്നുമില്ല. മാഷ് ക്ലാസ് എടുത്തോളൂ. വരൂ. ഇവിടെ ഇത്രയും പൂക്കളുണ്ട്. ഈ പൂക്കളിൽ ഇഷ്ടമുള്ള ഒരെണ്ണം എടുക്കാൻ പറഞ്ഞാൽ ശോഭ ഏത് പൂ എടുക്കും? മാഷേ, മാഷ്,
എന്താ മാഷേ ഇത്? എടുത്തോളൂ. ഇല്ല, ഞാൻ എടുക്കുന്നില്ല. കുറെ നേരമായാലോ മാഷ് വാച്ച് ചെയ്യണു. എന്താ തകരാറ്? പറയ്. ഒന്നുമില്ലെന്നേ. അതല്ല, എന്തോ ഉണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നത് ശരിയാവില്ലേ? അതല്ല, ഞാൻ വെറുതെ നേരം കളയുന്നു എന്ന് മാഷക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെന്നേ. പിന്നെ എന്താ കാര്യം? ഞാൻ എടുക്കുന്നത് ശരിയാവണില്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ എങ്ങനെ എടുക്കണമെന്ന് പറയും. ഞാൻ അതുപോലെ എടുക്കാം. അല്ലാതെ എന്റെ ക്ലാസ്സിന് ചുറ്റും ഇങ്ങനെ പാത്തും പതുങ്ങി നടക്കുന്നുണ്ടല്ലോ, എനിക്കിഷ്ടമല്ല. അത് ആരായാലും ഞാൻ സമ്മതിക്കില്ല. മാഷ് എന്റെ ക്ലാസ് പറയൂട്ടി, കുട്ടിക്ക് ഏത് പോവാ ഇഷ്ടം? അയ്യേ, കരയാ. പറ, മോൾക്ക് ഏത് പോവാ ഇഷ്ടം? ചെമ്പരത്തി പൂവുണ്ട്, ഇലഞ്ഞിപ്പൂവുണ്ട്, അരളിപ്പൂവുണ്ട്. പറ. പേടിച്ചു പോയോ? മാഷ് പേടിയാണോ? എന്തിന്? എല്ലാരും പറയാ മാഷക്ക് ഭ്രാന്താണെന്ന്. ആരാ? ഞാനാ ബാലേട്ടാ, ഗോപി. ബാലേട്ടൻ എന്തിനാ ഇവിടെ വന്ന് കിടന്നത്? ഗോപി, എനിക്ക് ഭ്രാന്തുണ്ടോ? ബാലേട്ടനൊന്നുമില്ല. എല്ലാരും എന്നോട് അങ്ങനെ പെരുമാറുന്നേ. സ്കൂളില് എന്റെ കുട്ടികൾ എന്നെ... ബാലേട്ടൻ ഇങ്ങനെ നെർവസ് ആയാലോ? ചതിക്കുഴി കുത്തി കാത്തിരിക്കുക എല്ലാരും, ആരാ വീഴുന്നെന്നറിയാൻ. ഇല്ല, അടുത്ത ഇരയായിട്ട് എന്റെ ബാലേട്ടനെ വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വെള്ളം വെച്ചിട്ടുണ്ട്. ഇത്തിരി കഴിയട്ടെ, കുഴമ്പൊന്ന് പിടിച്ചോട്ടെ. ഇന്ന് തറവാട്ടി പോയോ? ബാലന്റെ വല്ല വിശേഷവും? ഞാൻ കണ്ടില്ല. സന്ധ്യ ആവണ വരെ വന്നിട്ടില്ല. നാട്ടിലൊക്കെ പാട്ടായി. എന്തൊക്കെ കഥകളാ. മണിക്കുട്ടി സ്കൂളിൽ നിന്ന് കരഞ്ഞോണ്ടാ വന്നേ. കുട്ടികളാരോ കളിയാക്കത്രേ. വിധി എന്തായാലും അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ദാമോദരനാർക്ക് പറയാനൊരു കാരണമായി. അല്ലെങ്കിൽ തന്നെ ഇന്നലെയും കുട്ടികളോടെ നിൽക്കണതില് അയാൾക്ക് ഒരു താല്പര്യമില്ല. അവളുടെ കഷ്ടകാലം. പട്ടിയുണ്ടോ? ആരാ അത്? ആ മാഷോ, ഞാൻ വന്ന് കാണണോന്ന് വിചാരിച്ചു, പറ്റിയില്ല. ഇരിക്കണില്ല, പൂവായി. ബാലന് വ്യത്യാസമൊന്നും ഇല്ലാലോ അല്ലേ? ഉണ്ട്, ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആരോടും ദേഷ്യപ്പെടാത്ത ആളാ. എന്നോട് പ്രത്യേകിച്ച്. ഇന്ന് എന്റെ നേരെ ഒരു ചാട്ടം. 4 മണിക്ക് മുമ്പ് ആള് പോയി. ആരോടും പറഞ്ഞില്ല. പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം. ലീവ് എടുക്കുന്നതാ നല്ലത്. വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. വീട്ടിലെങ്ങനെയാ? വൈഫിന്റെ അടുത്തൊക്കെ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഒരേ ചിന്തയാ, ഉറക്കവും കുറവാ. ചിന്തിക്കുന്നുണ്ട് അല്ലേ? അപ്പോ കുഴപ്പാടോ നായരേ? ബാല, വന്ന് കിടക്ക്. നേരെ എന്തായിന്നറിയോ? ഞാൻ വന്നോളാം.
മോനെ, ഇന്ന് വെള്ളിയാഴ്ചയാ, ഒറ്റയ്ക്കിരിക്കണ്ട. സുഖമില്ലാത്തോണ്ടല്ലേ അമ്മ പറയണേ? സ്കൂളിൽ ബാലഗോപാലൻ മാഷ് ഭ്രാന്തനായി. നാട്ടുകാരുടെ മുമ്പിലും അതെ. എന്റെ ഇന്ദുവിന്റെയും കുട്ടികളുടെ മുമ്പിൽ എന്നെ ഭ്രാന്തനാക്കരുത്. എന്റെ പൊന്നു മോനെ, നിനക്കൊരു ദോഷവും വരില്ല. ദേവി നമ്മളെ ചതിക്കില്ല. അമ്മ അത്രയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാരെയും വേണ്ടതിലധികം സ്നേഹിക്കുന്നു എന്നൊരു കുഴപ്പം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ആരെയും നിഷേധിക്കാനും കഴിയുന്നില്ല. ഒറ്റയ്ക്കിരുത്തണ്ട. നീ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് സുഖമില്ലെന്ന്? ഇല്ല. മതി, എനിക്കത് മതി. മണിക്കുട്ടി ഉറങ്ങിയോ? കുട്ടികള് മുത്തശ്ശിയുടെ കിടക്കാൻ പോയി. മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞത്രേ. പാവം മണിക്കുട്ടി, അവള് പേടിച്ചിട്ടുണ്ടാവും. ശ്രീധരൻ മാമയുടെ മുറിയിൽ അച്ഛനെയും പൂട്ടേണ്ടി വരുന്നേ. എങ്ങോട്ടാ പോയത്? ആഫീസിലേക്കാണെന്നാ തോന്നണേ. മാഷേ, സൂക്ഷിക്കണം. അത്ര പന്തിയല്ല ആളുടെ പോക്ക്. മാഷേ, ബാലമാഷേ, സുഖമില്ലാത്തപ്പോ മാഷ എന്തിനാ വെറുതെ എങ്ങനെ ചുറ്റിത്തിരിയുന്നത്? വീട്ടിൽ വിഷമിക്കില്ലേ? മാഷിപ്പോ എനിക്ക് ലീവ് വേണം. ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യണം. നന്നായി. ഒരു 1-2 കൊല്ലത്തേക്ക് ലീവ് എടുക്ക്. എന്നിട്ട് നല്ല ആരെങ്കിലും കണ്ട് ചികിത്സിക്കണം. മനസ്സിന്റെ അസുഖത്തിന് ഏറ്റവും വേണ്ടത് സ്വസ്ഥതയാ. ഇപ്പോ നല്ല മരുന്നും ചികിത്സയുണ്ട്. തൃശ്ശൂര്, വല്ലപ്പുഴ. ഒപ്പിട്ട് തന്നാ മതി, ഞാൻ ഫില്ലപ്പ് ചെയ്ത് അയച്ചോളാം. ട്രാൻസ്ഫർ എങ്ങോട്ടാ എഴുതേണ്ടത്? ഏത് നരകത്തിലേക്കും. അതാ നല്ലത്. അടുത്തൊക്കെ ആവുമ്പോ ആളുകളുടെ മനസ്സിൽ നിന്ന് പോവില്ല. ദൂരെ എവിടെയെങ്കിലും ആയാൽ. പോട്ടെ മാഷേ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തയക്കാം. ആരോടും യാത്ര ചോദിക്കാൻ നിൽക്കണില്ല. പക്ഷേ എല്ലാരോടും പറയണം. നന്ദിയുണ്ട് മാഷേ, വളരെ വളരെ നന്ദി. എന്ത് നല്ല മനുഷ്യനാന്ന് പറഞ്ഞിട്ടെന്താ? ഭ്രാന്ത് വന്നാ ഒക്കെ പോയില്ലേ? എങ്കിലും ബാലമാഷ്കർ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മാസം 10-30 റുപ്യയുടെ കച്ചവടം മുടങ്ങി അല്ലേടോ? വിളിച്ചത് മതിയടോ, കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യന്മാര്. അതിന് ഞങ്ങളെന്താ വിളിച്ചേ? കാരണവന്മാരായിട്ട് സംഭവിച്ചല്ലേ, അങ്ങ് അനുഭവിക്കട്ടെ. ഓ, എങ്കിലും ഇങ്ങനുണ്ടോ ഒരു ദൈവകോപം? മല്ലഞ്ചിറക്കാവിനടുത്തൂടി രാത്രി ഒറ്റയ്ക്ക് ഇപ്പോഴും എനിക്ക് പോകാൻ പേടിയാ. ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ രാത്രി
ഒരു 12 മണി കഴിയുമ്പം കേക്കാ ചീങ് ചീങ് ചിലമ്പിന്റെ ഒച്ച. താൻ കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ കേട്ടവരുണ്ട്. അല്ല മാഷെന്താ ഈ നേരത്ത്? എന്റെ നാരായണ, മാഷിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തു വിടും. നേരവും കാലവും ഒക്കെ തിരക്കാൻ നിൽക്കുന്ന എന്തിനാ? സ്ഥലമുണ്ട് മാഷ്. എന്റെ പറ്റത്രയാ? അതൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പോ ചായ ഒന്ന് എടുക്കട്ടെ. നിങ്ങൾക്ക് രണ്ടാക്കും വരാനുള്ള കഴിച്ച് ബാക്കി എന്താ വെച്ചാൽ കൊടുത്തയച്ചാ മതി. അപ്പൊ മാഷിന് സ്കൂളിൽ വരില്ലേ? മാഷിക്ക് ഇനി വീട്ടിൽ ഇരുന്നാലും പഠിപ്പിക്കാമല്ലോ അല്ലേ? പിന്നെ ദേവി തലയ്ക്ക് ഭ്രാന്താണെ പിടിച്ച് പൂട്ടണം. മരത്തേം പിള്ളിയിലേന്നും മാഷാണെന്നും ഞാൻ നോക്കത്തില്ല. ഇപ്പോ ഈ നൂലങ്ങട് കെട്ടുക, ഒരു രക്ഷ, അത്രേ ഉള്ളൂ. വഴിപാടുകളൊക്കെ വൈകാണ്ട് നടത്താം. അമ്പലം പൂട്ടി കുരുതി ഹോമം കഴിക്കാൻ കുറേ ചെലവാവില്ലേ? ചെലവിന്റെ കാര്യമൊന്നും ആലോചിക്കണ്ട. ചെലവല്ല പ്രധാനം, ബാലനാ. അവനുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഗംഗാര, അവന് തളം വെക്കണം. അതും രാമൻകർത്താവിന്റെ തളം തന്നെ വെക്കണം. 101 തളം വെച്ച അവന്റെ അസുഖം പകുതി മാറും. ആ, തളം വയ്ക്കാം. ആദ്യം കർമ്മങ്ങൾ നടക്കട്ടെ, എന്നിട്ടാവട്ടെ മരുന്ന്. മരുന്ന് കൊണ്ട് മാറണതാണോ ദേവിയുടെ കോപം? അതല്ല. ആ, എന്നാ അവിടെ മിണ്ടാണ്ടിരിക്കേ. ചോറ്റാനിക്കര ഭജന ബാലൻ ഒറ്റയ്ക്ക് മതിയോ അതോ? അതിപ്പോ ബാലഗോപാലൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട യോഗം അല്ലല്ലോ ഇത്. അതുകൊണ്ട് പുത്രകളത്രാദികൾ ഒരുമിച്ചാവുന്നതാണ് ശ്രേഷ്ഠം. അതെ, അവന്റെ കുട്ടിക്ക് ഇതിന് രക്ഷ വേണമല്ലോ. ഇന്നലെ ചോറ്റാനിക്കരയ്ക്ക് നീയും കുട്ടികളും കൂടി പോണമെന്നാ പണിക്കര് പറയണത്. അവിടെ പരമസുഖമല്ലേ, മുറി വാടകയ്ക്ക് കിട്ടും. 41 ദിവസം കുളിച്ചു കൊള്ളാം. പിന്നെ നേരം പോയാണെങ്കിൽ ഭ്രാന്തന്മാരുടെ പാട്ടും കളിയും കൂത്തും. ഗംഗാര, എങ്കിൽ ഞാനും പോവാം. അവൾക്കൊരു കൂട്ടുമായല്ലോ. എന്ത് വെക്കാൻ ഇവിടെ ഒന്ന് നിൽക്കണേ? പുറത്ത് നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരിക്കാവോ? ബാല, കുളിച്ച് ശുദ്ധമായിട്ട് ഭഗവതിയെ ധ്യാനിച്ച് ഇതങ്ങടെ അരയിൽ കെട്ടിക്കോളൂ. എന്റെ തലയിൽ ഈ ശാപം കെട്ടിവെച്ച് അടങ്ങും അല്ലേ? എന്നെ ഭ്രാന്തനാക്കി ചങ്ങലക്കിട്ട് പൂട്ടിയാലേ എല്ലാവർക്കും തൃപ്തിയാവും അല്ലേ? എഴുന്നേൽക്കടോ. മേലാ തന്നെ ഇവിടെ കണ്ടുപോരുത്. നിങ്ങൾക്കൊക്കെ എന്താ ഇവിടെ കാര്യം? ബാല, ബാലന് ഭ്രാന്തില്ല വല്യമ്മ. കണ്ടോ കണ്ടോ, മാറ്റം കണ്ടോ? എന്റെ മുന്നില് അവന്റെ ശബ്ദം ഉയർന്നിട്ടില്ല. എല്ലാരും പറയോ അച്ഛന്? എന്താ രണ്ടുപേരും ഒറ്റയ്ക്ക്? എന്റെ കുട്ടി എന്തിനാ കരയണേ? എന്ത് പറ്റി? അമ്മയോട് പറ. എന്തിനാ മോള് വിഷമിക്കണേ? എന്താ കാര്യം പറ. എല്ലാരും പറയുന്ന ശരിയാണോ? ഞങ്ങളുടെ അച്ഛന് ഭ്രാന്തുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും ഭ്രാന്തി ഇല്ലാതുണ്ടെങ്കിൽ അത് വല്യേട്ടന് മാത്രമാ. ബാക്കിയൊക്കെ മുഴുവൻ ഭ്രാന്തന്മാരാ. അവസാനം നോക്കിക്കോ, നിങ്ങളൊക്കെ കൂടി ബാലേട്ടനെ ഭ്രാന്തനാക്കും. ഇതിൽ പങ്കില്ലാത്ത 2 പേരെ ഉണ്ടാവും, ഞാനും സുമിത്രയും. സന്തോഷം, ആശ്വസിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പേരോട് പറയുകയും ചെയ്യാം. ഏടത്തി നിനക്ക് കൂട്ടു നിൽക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവർക്കൊക്കെ എന്തെങ്കിലും ന്യായീകരണങ്ങളുണ്ട്. പഴയ തലമുറ, വിശ്വാസം. ഏടത്തിക്കോ? ഞാൻ എന്ത് ചെയ്യണമെന്നോ നീ പറയണത്? വല്യമാമ എതിർക്കണോ? അമ്മ എതിർക്കണോ? അവരുടെയൊക്കെ വിശ്വാസങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ ആശയില്ലാഞ്ഞിട്ടല്ല.
വന്നു കയറി പെണ്ണാ ഞാൻ. നീയൊക്കെ അടുക്കളപ്പുറങ്ങളിൽ ഒച്ച വെച്ചാൽ മതി. അവസാനം നഷ്ടപ്പെടുന്നത് എനിക്കും എന്റെ കുട്ടികൾക്കുവാ. എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ നശിപ്പിക്കും. അവനെ ശ്രീധരന്റെ മുറിയിൽ അടയ്ക്കേണ്ടി വന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാനാ ഞാൻ പറയണത്. ഈ പൂജയും വഴിപാടും ഒക്കെ നിർത്ത്. നടത്താണ്ടിരുന്ന എനിക്ക് മനസ്സിലാവണില്ല. ഓരോ ദിവസം ചെല്ലും തോറും അവന് മാറ്റമുണ്ട്. അതിനൊണയില്ല. ബാലേട്ടൻ ആദ്യം വേണ്ടത് ഇത്തിരി സ്വസ്ഥതയാ. അത് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ശ്രീധരമാമയുടെ മുറി ഒരുക്കി വെച്ചോ. പക്ഷെ അന്ന് ഈ വീട്ടില് ഗോപി ഉണ്ടാവില്ല. ആരാന്നാ ചോദിച്ചേ? ആരാ? ആരാ? ബാലേട്ടാ, ഇത് ഞാനാ, ഗോപി. ബാലേട്ടാ, ഉറക്കം വരണില്ല, അതുകൊണ്ടാ. ബാലേട്ടൻ ഒരു ഡോക്ടറെ കാണണം. വേറൊന്നിനുമല്ല, ബാലേട്ടന്റെ മനസ്സിലുണ്ട് കുറെ അന്ധവിശ്വാസങ്ങൾ. അതൊന്ന് മാറ്റിയെടുക്കാനാ. പിന്നെ ഇപ്പൊ വേണ്ടത് ഇവിടുന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. നമുക്ക് രഘുവിനെ ഒന്ന് കാണാം. അവനാവുമ്പം അന്യനല്ലല്ലോ. എന്താ? ബാലേട്ടന് എന്നെ ഓർമ്മയില്ലേ? ബാലേട്ടന് ഭയങ്കര ചേഞ്ച് ഉണ്ട്. പിന്നെ നാട്ടിലെല്ലാവർക്കും സുഖം? വിശേഷമൊന്നുമില്ല. എന്നെ കാണാൻ തന്നെ വന്നതോ അതോ എവിടെയെങ്കിലും പോകും വഴി ഒന്ന് കയറിയതോ? അല്ല, രഘുവിനെ കാണാൻ തന്നെ വന്നതാ. എവിടെ? ഭ്രാന്തന്മാരല്ലാതെ ഒരാളും ഇങ്ങോട്ട് വരാറില്ല. പേരിന്റെ പിന്നിലൊരു DP വന്നതാ പ്രശ്നം. ഭ്രാന്തിന് മാത്രമേ ചികിത്സിക്കാൻ അറിയുന്ന ജനങ്ങളുടെ വിചാരം. നാട്ടിൽ നിന്ന് ഒരുത്തരും ഇങ്ങോട്ട് വരാറില്ല. എന്നെ കാണാനാ വരണേന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിചാരിക്കും ഭ്രാന്താണെന്ന്.
ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ബോറടി ഉണ്ട് 1 മാസമായി ഓഫ് എടുക്കാറില്ല. ഇന്നൊരു ഓഫ് മാർക്ക് ചെയ്യാം. ഒന്ന് വിളിച്ചു പറഞ്ഞോട്ടെ. ഇപ്പൊ എനിക്കുണ്ട് സംശയം. ബാലേട്ടൻ നോർമൽ അല്ല. സത്യത്തിൽ ആരാൻ നോർമൽ? നമ്മളൊക്കെ അബ്നോർമലാണ് ഒരു പരിധിവരെ. കഷ്ടം. വീട്ടിലെ നാട്ടിലെ അന്തരീക്ഷത്തിൽ നുഴങ്ങി നിന്നാൽ എല്ലാം ശരിയാവുന്ന എനിക്ക് തോന്നണേ. ഒരു കൺസൾട്ടേഷൻ വേണ്ടത് എന്നെ പോലുള്ള ഒരു സൈക്കാട്രിസ്റ്റുമായിട്ടല്ല, ഒരു സൈക്കോളജിസ്റ്റുമായിട്ടാണ്. ഏതായാലും ബാലേട്ടൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. ഞാൻ ആരോടെങ്കിലും കൺസൾട്ട് ചെയ്തോളാം. ഇവിടെ ആവുമ്പോ എനിക്കും വാച്ച് ചെയ്യാമല്ലോ. ഗംഗാര, മരുന്നും ഗുളിയോണ്ടും മാറുമെന്ന് നിനക്ക് തോന്നണുണ്ടാ? നിനക്കെങ്കിലും ഇത്തിരി വിവരവും വകതിരിവും ഉണ്ടാവുന്ന ഞാൻ കരുതി. ഈ ചെലവാക്കണോണ്ട് കാവില് കുറച്ച് എണ്ണ വാങ്ങിച്ച് തിരിവെച്ച അതിനുള്ള ഗുണം ഉണ്ടാവും. നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് പോകാവോ? സൗകര്യം തരില്ലെന്ന് വെച്ചാ ഞാൻ പറഞ്ഞ കുറ്റ അനുഭവിക്കും. നോക്കിക്കോ, 3 ചങ്ങലെ പൂട്ടിയത് കണ്ടോടാ. 4ാമത്തേത് കൂടി കാണിക്കല്ലേ എന്റെ ദേവി. പാലില്ല. ഗോപിനാഥൻ വന്നിട്ട് എങ്ങടേക്കാ പോയേ? ആർക്കറിയാം, വായനശാല കാണുമായിരിക്കും. ബാലന് പണം വല്ലതും എത്തിക്കണോ ആവോ? ഡോക്ടർ രഘുവരൻ നമ്മുടെ അമ്പാട്ടെ കുട്ടികൃഷ്ണൻ നായരുടെ നടുവിലത്തെ കുട്ടിയാത്രേ. സ്കൂളിൽ പഠിക്കുമ്പോ ഗോപിയുടെ കൂടെ ഇവിടെ വന്ന ഓർമ്മയുണ്ട്. ആ, ഞാൻ ഇറങ്ങാ. അങ്ങാടിയിലുണ്ടെങ്കിൽ ഗോപിയെ കാണാൻ നോക്കാം. ഇന്ദിര അവള് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടാവില്ലേ? മുറിയിൽ നിറങ്ങുന്നേ ഇല്ല അവള്. ഹരിക്കുട്ടന്റെ ചോദ്യങ്ങളാ സഹിക്കാൻ പറ്റാത്ത. പ്രാർത്ഥിക്കാൻ പറ. ദേവി അവളോട് ദയ കാട്ടാണ്ടിരിക്കില്ല. അമ്മേ രക്ഷിക്കണേ. ബാലൻ വന്നോ? ഇല്ല. പിന്നെ ആരുടെ കാറ്? ഏടത്തിന്റെ അച്ഛൻ വന്നതാ. ദാമോദരന്റെയാ? അവനിപ്പോ കാറിലൊക്കെ നടത്താം. ഏത് കാറിൽ വന്നാൽ എന്താ? എലിഞ്ഞിക്കിലെ രാമൻകുട്ടിയുടെ മോനെ ഇവിടെ എല്ലാവർക്കും അറിയാം. മുത്തശ്ശിക്കൊന്നും മിണ്ടാണ്ടിരിക്കാവോ? ഇങ്ങനെയുണ്ടോ അസൂയ? അസൂയ? പണ്ടൊക്കെ ഇവന്റെ അച്ഛനെ ചെരുപ്പിട്ടി പടിപ്പുറയ്ക്കകത്ത് കാലുകുത്തില്ല. കള്ളനാ. പാട്ടം കണക്കിന് തൂക്കില്ല. എപ്പ വന്നാലും കണ്ണീരും കയ്യും. വിളവുണങ്ങി വെള്ളം വറ്റി. അച്ഛന്റെ കൂടെ മോനും ഉണ്ടാവും, നീർക്കോലി പോലെ ഒരു ചെക്കൻ. എപ്പ വന്നാലും അടുക്കളപ്പുറത്തിന് പോവില്ല. എത്ര കൊടുത്താലും ദാരിദ്ര്യം തന്നെ. ഇന്ന് കാറ് കൊണ്ട് വന്നപ്പോഴേ മരത്തേമ്പിള്ളിക്കാര് വിറയ്ക്കുന്ന അവന്റെ വിചാരം. ഈ പഴങ്കഥകളൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലേ, അതൊന്നും മറക്കാൻ പാടില്ല. മരത്തേമ്പിള്ളിന്ന് ബന്ധുത്വം കൂടി ആയപ്പോ ഇവൻ നിലത്തൊന്നുമല്ല. ബാലന്റെ ഒറ്റ വാശിയാ. അല്ലെങ്കിൽ അരഞ്ഞിക്കല് രാമോരെ ഈ പടിക്കകത്ത് കാല് കുത്തുവോ? അന്ന് ഞാൻ പറഞ്ഞതാ, ശാപം കിട്ടി തറവാടാണ്, ഈ ബന്ധം വേണ്ടെന്ന്. കേട്ടില്ല? ഇപ്പൊ എന്തായി? ബാലേട്ടനൊന്നുമില്ല, എല്ലാം വെറുതെ പറയുന്നതാ. നാട്ടുകാർ പറയുന്നത് മുഴുവൻ വെറുതെയാ. ഇപ്പൊ ഭ്രാന്താശുപത്രിയിലെ ഡോക്ടർ ചികിത്സിക്കുന്നത് വെറുതെയാ. എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാ എടുത്തു. നീയും കുട്ടികളും എന്നോടൊപ്പം പോരണം. ഇല്ല, ഞാൻ വരില്ല. വരാതെ പറ്റില്ല. നിന്നെയും കുട്ടികളെയും കൊണ്ട് ഞാൻ പോവൂ. ബാലേട്ടൻ എവിടുണ്ടോ അവിടെയാണ് ഞാൻ. വിധി എന്തു ആയിക്കോട്ടെ, ഞാൻ സഹിച്ചോളാം. അങ്ങനെ നിന്നെ ഈ നരകത്തിൽ ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് കഴിയില്ല മോളെ. എനിക്കാണും പെണ്ണുമായിട്ട് നീ മാത്രമേ ഉള്ളൂ. ബാലനോടൊന്ന് ചോദിച്ചിട്ട്. തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആളോട് എന്ത് ചോദിക്കാനാ ദേവിയമ്മേ? എന്റെ മോളുടെ ജീവിതം നശിച്ചു. അവളുടെ കുട്ടികളുടെ ഭാവിയെങ്കിലും നോക്കണ്ടേ? എപ്പോ വന്നു? ഇത്തിരി നേരമായി. ഇന്ദിരയും മക്കളെയും കൊണ്ടുപോകണം അല്ലേ? അതേ എങ്ങനെട്ടാ, കുട്ടികളുടെ ഭാവിയെങ്കിലും നമ്മൾ നോക്കണ്ടേ? ഇവൾക്കത് മനസ്സിലാവണില്ല. ഞാൻ പോവില്ല വല്യമ്മ. മോളെ, കുറച്ച് ദിവസം നീ വീട്ടിൽ പോയി നിൽക്ക്. എത്ര ദിവസമായി നീ തീ തിന്നാൻ തുടങ്ങിയിട്ട്. കുട്ടികൾക്കും ഒരാശ്വാസം. അവനൊന്നും വരുത്തരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അവൻ വരുമ്പോ നിന്നെ അറിയിക്കാം.
മണിക്കുട്ടി വേഗം പോരണിട്ടോ. മുത്തശ്ശി കൊറേ കഥകൾ ഓർത്തു വെക്ക. വൈകണ്ട, രാഹുകാലം തുടങ്ങണതിന് മുമ്പ് പുറപ്പെട്ടോളൂ. വരുമ്പോ മോളെ അറിയിക്കാം. എടത്തി പോവാണോ? എടത്തി അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഗോപി ഉദ്യോഗസ്ഥനാകാൻ പോണു. കൽക്കട്ടയിലാ പോസ്റ്റിംഗ്. എന്നാ പോകണ്ടേ? 2 ആഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യണം. നടക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നടക്കും. അടുത്ത ദിവസം വരെ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. ചെക്കന് ബന്ധുക്കളായിട്ട് ഒരമ്മാവൻ മാത്രമേ ഉള്ളൂ. അതും ഒരകന്ന ബന്ധം. ജോലി ബോംബെയിലാന്നാ പറഞ്ഞേ. പ്രായം ഒരിത്തിരി കൂടുതലാ. എല്ലാം ഒത്തുവരാൻ നോക്കിയാ അവക്കും പ്രായം കൂടി വരില്ലേ. പിന്നെ കുടുംബത്തിന്റെ ദോഷവും. ബാലേട്ടനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് പോരെ? വരട്ടെ. പെണ്ണിന് ഒരാങ്ങളെ ഉള്ളൂന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഒരു കാരണത്തിൽ ഇതും മുടങ്ങിപ്പോയാലോ? നാട്ടിലൊക്കെ പാട്ടാ. എങ്കിലും ബാലനെ അറിയിക്കാതെ അത് വേണ്ട ഏട്ടാ. അല്ലാണ്ട് എന്താ ചെയ്യാ? അവളിങ്ങനെ നിന്നാ മതിയോ? നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. പിന്നത്തെ കാര്യല്ലേ, അത് വരും പോലെ വരട്ടെ. ശരിയാണമ്മേ, ക്രൂരമാണ്. സുമിത്രയ്ക്ക് വേണ്ടിയല്ലേ? ബാലേട്ടന് മനസ്സിലാവും. ഒരു കണക്കിന് ബന്ധുക്കളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന തന്നെയാ ഭേദം അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇനിയും വേഷം കെട്ടി നിന്നു കൊടുക്കണമെന്ന്, എന്നിട്ട് എന്തെങ്കിലും ദോഷം പറഞ്ഞ് അപമാനിച്ച് ആർക്കും ഭാരാവില്ല ഞാൻ. ആർക്കും. അങ്ങനെ തോന്നുമ്പോ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? നീ ഒരു ഭാരാണോ ഞങ്ങൾക്ക്? ദേ നോക്ക്, ഇത് നടക്കും. എനിക്ക് ഉറപ്പുണ്ട്. നമുക്കിവിടുന്ന് രക്ഷപ്പെടണ്ടേ കുട്ടി? ശാപം കിട്ടി ഈ തറവാട്ടിന്ന്. എനിക്ക് ഇങ്ങനെ രക്ഷപ്പെടാം. ഗോപിയേട്ടന് ഉദ്യോഗത്തിന്റെ പേരിൽ ദൂരെ നാട്ടിലേക്ക് രക്ഷപ്പെടാം. വലിയേട്ടനോ? ഇന്ന് ബാലേട്ടൻ ഭയങ്കര ഹാപ്പിയാണല്ലോ. ആ, ഗോപിയുടെ കത്തുണ്ട്. അവന് ജോലി കിട്ടി. ക്ലറിക്കൽ പോസ്റ്റാ LIC-ല്. ഓ, അപ്പൊ ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമാണല്ലോ. ഇന്ദുന്റെയും കുട്ടികളുടെയും ഒരു വിവരവും ഇല്ല. ഒരു വരി പോലും കുറിച്ചിട്ടില്ല. എല്ലാവർക്കും സുഖം, അത്രേ ഉള്ളൂ. പോരെ? അത്രയല്ലേ വേണ്ടൂ? പോരാ, എനിക്കത് പോരാ. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രഘു പലതും ചെയ്യുന്നുണ്ട്. സിനിമ കാണിക്കുന്നു, ക്ലബിൽ കൊണ്ടുപോകുന്നു, ബീച്ചിൽ കൊണ്ടുപോകുന്നു. പക്ഷേ എനിക്കൊരു സുഖവും തോന്നല്ല രഘു. എനിക്ക് ആരും പിരിഞ്ഞു നിൽക്കാൻ വയ്യ. എനിക്ക് പോണം. പൊയ്ക്കളെ, വിരഹവേദന കുറച്ച് എനിക്കുണ്ട്. മാസം 1 രമയെ കൊണ്ടുപോയിട്ട് ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കില്ലേ. നാളെ ഒരുമിച്ച് പോവാം. ആയിക്കോട്ടെ. പാചകമൊക്കെ കുട്ടി തന്നെ ആയിരിക്കും അല്ലേ? അസലായിട്ടുണ്ട്. അപ്പോ ഇനി ഒരു വരവിന് പോക്കിനൊന്നും ആളുമില്ല, സമയവുമില്ല. അടുത്തൊരു മുഹൂർത്തം നോക്കുക, ആ ചടങ്ങ് ഇങ്ങോട്ട് കഴിക്കുക. എന്താ അതുപോരെ? നിങ്ങൾക്ക് ഒരുക്കങ്ങൾ വല്ലതും വേണമെന്നുണ്ടോ? വേണമെന്നില്ല. ലീവില്ലേ? സദ്യയും ബഹളവും ഒന്നും വേണ്ട.
അതിനാളുമില്ല. പഞ്ചാംഗം ഇല്ലേ? പഞ്ചാംഗം ഇദ്ദേഹം ഇവിടെ അടുത്തുള്ള ഒരു 2 വീട് അപ്പുറത്താ. നമുക്ക് വേണ്ടപ്പെട്ടയാളാ. ഇവര് നമ്മുടെ സുമിത്രയ്ക്ക് ഒരാലോചനയുമായി വന്നവരാ. ഞങ്ങളതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കെ. ഇവിടെ അടുത്ത് എന്തെന്ന് പറയും? ഇവിടെ തെക്ക് 2 വീട് അപ്പറ വാടക. സ്വന്തം നാട് കൊച്ചാലയ. നാട്ടിലേക്ക് പോണ വഴി. ഇറങ്ങട്ടെ? പോട്ടെ. എന്നെ പൊന്നു മോനെ, അമ്മയോട് പൊറുക്കട. സാരല്ലമ്മേ, സാരല്ല. ഗോപി, ബാലേട്ടൻ അന്യനാക്കിയല്ലേ? കത്തെഴുതിയപ്പോ ഒരു വരി കൂടെ കുറിക്കായിരുന്നു. ബാലേട്ടൻ വരരുതെന്ന്. നമ്മുടെ സുമിത്രയ്ക്ക് വേണ്ടിയാ. നാട്ടിലൊക്കെ ഇല്ലാത്ത കഥകളാ. അതുകൊണ്ടൊരു നുണ പറയേണ്ടി വന്നു. അവൾക്കൊരു ജീവിതം, അത്രേ ചിന്തിച്ചുള്ളൂ. നന്നായി. ഭ്രാന്തനായ വല്യേട്ടൻ വേണ്ട. നന്നായി ഗോപി. ഞാനും എന്തോ കുട്ടികളും ആർക്കും ഒരു തടസ്സാവില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. അല്ലെങ്കിൽ എല്ലാരും കൂടെ ചേർന്ന് ശ്രീധരൻ മാമയുടെ മുറിയിൽ എന്നെ ചങ്ങലക്കിട്ട് പൊട്ടും. വല്യേട്ടന് സന്തോഷായി. കല്യാണം ആർഭാടായിട്ട് നടത്തണം. വല്യേട്ടൻ ദൂരെ അകലെ നിന്ന് കണ്ടോളാം. എന്റെ മോക്ക് എല്ലാ അനുഗ്രഹം ഉണ്ടാവും. കരയരുത് കുട്ടി, കരയരുത്. എന്തുവാടെ അമ്മേ? അവളെയും കുട്ടികളെയും വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിച്ചിട്ടാ കൊണ്ടുപോയെന്ന്? ഏട്ടൻ പറഞ്ഞിട്ടാ. എന്റെ ഇന്ദുനാരാ പറഞ്ഞു വിട്ടത്? പറഞ്ഞു വിട്ടത് ഞാനാ. അത് നിങ്ങൾ ആരാ അവളെ അയക്കാൻ? നിങ്ങൾ ആരാണെന്ന്? പല നിങ്ങളാണ് എന്നെ നശിപ്പിച്ചത്, എന്നെ ഭ്രാന്തനാക്കിയത്. ഇപ്പൊ എന്റെ കുടുംബം കൂടെ നിങ്ങൾ തകർത്തു. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്?
ഒരു മകനെ പോലെ നിങ്ങളെ സ്നേഹിച്ചതോ അതോ വേണ്ടാത്ത അധികാരങ്ങൾ തന്നതോ? ഇനി ഈ പഠിപ്പുറയ്ക്കകത്ത് കയറി പോരുന്നു. കാരണം പോണോ വഴിയിലും എന്താ പറയണ്ടേ? ആരും ഒന്നും പറയണ്ട. എല്ലാം ശത്രുക്കളാ എല്ലാവരും. എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി. എല്ലാരും. ഞങ്ങൾ പൊയ്ക്കോളാം. ഇന്ദു എവിടെ അമ്മ? ബാല പോ, വീട്ടിൽ പോ. അമ്മ ഇന്ദു വിടില്ല. അവളെ കാണാൻ പറ്റില്ല. ഇന്ദുവിനെ മക്കളെ എനിക്ക് കാണണം. ഞങ്ങൾ പൊയ്ക്കോളാം എവിടേക്കെങ്കിലും. ബാല, കാര്യങ്ങൾ വഷളാക്കരുത്. നിന്നോടാ പറഞ്ഞത് വീട്ടിൽ പോവാൻ. ഇന്ദു, മണിക്കുട്ടി, മണിക്കുട്ട, ഇന്ദു, ശബ്ദം ഉണ്ടാക്കരുത്. പോടാ പുറത്ത്. തുളസി, ഒന്നാ. ഇന്ദു, ഒന്ന് കണ്ടാ മതി. ഇന്ദു, ബാലേട്ടൻ വന്നു. വിടരുതവനെ. ബാലേട്ടാ, മോനെ, ബാലാ, ബാലേട്ടാ, മോനെ, ഞാൻ കല്ല് താഴട്ടെ. ബാലേട്ടാ, നീ പറയുന്നേ പറയുന്നേ. നീ പൊയ്ക്കോ, ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ. ഇവിടെ ഞാൻ നിന്നോളാം. വയ്യ, വണ്ടി കിട്ടില്ല. ആ ഗോപി, ആരോടും പറയണ്ട. കുറച്ച് ദിവസം കൂടെ നോക്കട്ടെ. ഇനിയും വയലുണ്ടായാൽ ഒരിക്കൽ കൂടി ഷോ കൊടുക്കേണ്ടി വരും. വേണമെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞാൽ കൊണ്ടുപോകാം. 2 ദിവസം വൈകിയാലും വിരോധമില്ല. അടുത്ത ആഴ്ച അനിയത്തിക്കുട്ടയുടെ കല്യാണ. ഏതായാലും അത് കഴിയണവരെ. പക്ഷെ കൊണ്ടുപോകണം. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാത്തവരധികം. ഇവിടെ സ്ഥലം കുറവാ. ഭ്രാന്തന്മാരുടെ എണ്ണാണെങ്കിൽ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ. ഇന്ദിരെ ഒന്ന് അറിയിക്കണ്ടേ മോനെ? എന്ത്? നമ്മൾ എല്ലാരും കൂടി ഇത്രയിടം വരെ കൊണ്ട് എത്തിച്ചു. ഈ തറവാട്ടിൽ നിന്നും ശാപത്തിൽ നിന്നും പുറത്തു പോകാൻ ഏടത്തേക്കും കുട്ടികൾക്കും കഴിയുമെങ്കിൽ അവരിനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത്. ഗോപി, എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. എന്നെ ഒന്ന് കൊണ്ടുപോവോ? കാണാം. മരിക്കും വരെ കണ്ണു നിറച്ച് കാണാം. ശ്രീധരമാമയുടെ മുറി ഒരുക്കി വെച്ചോളൂ. പിന്നെ എന്നും ഉണ്ടാവും അവിടെ, എന്നും.
ഭ്രാന്താശുപത്രിയില് തളം വെക്കോടാ. സുമിത്രേ, ഒന്നും ആലോചിക്കണ്ട. ഈ വീടൊരു ചെലന്തി വലയാണ്. രക്ഷപ്പെടണം. ഒരിക്കലും തിരിച്ചു വരരുത്. അല്ലെങ്കിൽ നിന്റെ സന്തതികൾക്ക് പോലും രക്ഷ കിട്ടില്ല. വല്യേട്ടനെ എനിക്കൊന്ന് കാണണം. ആ കാലിൽ വേണ്ട മാപ്പ് പറയണം. അന്യനെ പോലെ ഇറങ്ങിപ്പോയപ്പോ ഞാനും നോക്കി നിന്നു. ഈശ്വര. വേണ്ട കുട്ടി, വേണ്ട. ആ മുഖം നീ കാണണ്ട. വലിയേട്ടൻ നിന്നെ ശപിക്കില്ല. ആരെയും ശപിക്കില്ല. എന്നും എല്ലാവരോടും പുറത്തിട്ടേ ഉള്ളൂ ബാലേട്ടൻ. ഏട്ടത്തിക്ക് ഈ കത്ത് ഒരറിയിപ്പ് മാത്രമാണ്. എന്റെ വിവാഹമാണ്. വിവാഹം എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. ഗോപേട്ടന്റെ വാക്കാണ് ഏറെ ശരി. ഒരു രക്ഷപ്പെടൽ. വരൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയില്ല. എനിക്കെന്നല്ല, ആർക്കും. കള്ളനോ കൊലപാതകയോ ആകാം. ഒരാത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നില്ല. പക്ഷെ അതും നാട്ടുകാർക്കൊരു തമാശയും കുടുംബത്തിനൊരു ദോഷവും മാത്രമേ ആവുകയുള്ളൂ. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. രണ്ടും ഫലത്തിലൊന്നു തന്നെ. ഇനി തമ്മിൽ കണ്ടു എന്ന് വരില്ല. ഒരിക്കൽ മച്ചിപ്പശുവിനോട് കാണിക്കുന്ന ദയ വല്യേട്ടനോട് ഞാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഇന്ന് ആരോട് എന്താവശ്യപ്പെടാൻ? കയറിടാൻ കഴുത്ത് നീട്ടിക്കൊടുക്കുന്നു. കൊല്ലാനോ വളർത്താനോ ആകാം. സ്നേഹപൂർവം, സ്വന്തം സുമിത്ര. നന്നായി വരും. വലിയേട്ടന് വേണ്ടി എന്റെ മോള് പ്രാർത്ഥിക്കണം. എന്റെ ഭഗവതി, അയ്യോ, ഞാൻ എങ്ങനെ സഹിക്കും? അയ്യോ, എന്റെ കുഞ്ഞിന്റെ മുഖം. അയ്യോ, അയ്യോ, ഞാൻ ഈ മുഖം എങ്ങനെ കാണും? അയ്യോ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞേ. അയ്യോ, 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 ഏട്ടാ. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യ.
പണ്ട് അച്ഛൻ്റെ കൂടെ വരുമ്പോ വഞ്ചിക്ക ഇക്കരെ നടക്കുക. അപ്പൊ അതേ കണ്ടില്ലേ, കണങ്കാല് നനയില്ല. ആ ഗോപിക്കുഞ്ഞല്ലേ, ബാലൻ ഭാഷ കാര്യമായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടു. പറഞ്ഞില്ലേ? ഇല്ല. എന്നാ നടക്കട്ടെ. ബാലൻ മാഷ്ക്ക് വേണ്ടിയും കളയെഴുതേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ഗോപി പോവുകയാണ്. എല്ലാം ഇട്ടെറിഞ്ഞാ പോകുന്നു. എന്നെ അനുഗ്രഹിക്കണം. ദാമോദരന്റെ കാല് വരെ പിടിച്ചു. സമ്മതിച്ചില്ല അയാള്. ഇന്ദിരയും കുട്ടികളെ ഒന്ന് കാണാൻ കൂടി സമ്മതിച്ചില്ല. ഭ്രാന്തന്റെ മക്കളായിട്ട് അവര് വളരണ്ടെന്ന്. എന്ന് വെച്ച് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പുത്രസ്ഥാനം കൂടി കണ്ട് എന്തെങ്കിലും ചെയ്യാൻ വഴിയുണ്ടോ എന്ന് ആലോചിക്കാം പണിക്കരോട്. അല്ലാണ്ട് എന്താ ചെയ്യാ? അതെ. കള എടുത്ത് കഴിഞ്ഞിട്ട് പോയാ പോരെ മോനെ? അത് കാണാതിരിക്കാനാ ഞാൻ ഇന്ന് തന്നെ പോകുന്നത്. വയ്യമ്മേ, എന്റെ ബാലേട്ടനെ പട്ടുടിപ്പിച്ച് നാട്ടുകാരുടെ മുന്നിലിരുത്തി ഈ തലമുറയിലെ ഭ്രാന്തനെന്ന് പറയാനല്ലേ? ആ ചടങ്ങ് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. ഇനി എന്നാ വരാ നീ? ഇനിയൊരു വരവ് പ്രതീക്ഷിക്കണ്ട. എല്ലാം ഉപേക്ഷിച്ചാ പോന്നു. മരുത്തേമ്പള്ളി എന്ന വീട്ടുപേര് പോലും. ഒരപേക്ഷയുണ്ട്. ഹരിക്കുട്ടനെയും മണിക്കുട്ടിയെയും തിരിച്ച് ഈ വീട്ടിലേക്ക് വരുത്തരുത്. മരുത്തേമ്പള്ളി തറവാട്ടിന്റെ ശാപം ഭ്രാന്തൻ ബാലനിൽ ഒടുങ്ങണം. അടുത്ത അവകാശി ഹരിക്കുട്ടനാവരുത്. ഇനിയും വാങ്ങാനുണ്ട് സാധനങ്ങൾ ഒരുപാട്. കാതിലുള്ളതൊന്ന് ഊരുക. കർമ്മങ്ങളില് ഒരു കുറവും വരരുത്. അപ്പോ ചടങ്ങിന് നിക്കണില്ല അല്ലേ? ഇല്ല, ഞാൻ ഇറങ്ങാണ്. ഗോപിനാഥ, നല്ലത് പറഞ്ഞെന്നേ വല്യമാമയ്ക്കുള്ളൂ. ഭാഗം പിരിഞ്ഞു പോയിട്ടും ഇതായിരുന്നു എൻ്റെ വീട്. നിങ്ങളായിരുന്നു എല്ലാം. നിങ്ങളുടെ ശ്രേയസിന് വേണ്ടിയിട്ട് എന്തും ചെയ്തിട്ടുള്ളൂ. അന്ധവിശ്വാസമാവാം. പഴയ ആളല്ലേ, മനസ്സിൽ ഉറച്ചുപോയി. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. മടങ്ങണ്ട, പുറപ്പെട്ടോളൂ. നന്നായി വരും.
എന്തായി ഇല്ലേ? രാമകർത്താവ് വന്നു. മോനെ, ഇനിയും ജീവിക്കണോ നിനക്ക്? ഹരിക്കുട്ടനും മണിക്കുട്ടിയും ഭ്രാന്തൻ ബാലന്റെ മക്കളായി വളരണോ? ആരാരുമില്ലാതെ ഈ മുറിയിൽ കിടന്ന് ആയുസ് മുഴുവൻ നരകിക്കണോ? പട്ട എവിടെ വെച്ചിരിക്കുന്നത്? എന്റെ കയ്യിലാണോ? അപ്പുറത്ത് ചോദിക്ക. ഓ മോളെ. കരിക്കുട്ട, അയ്യോ മക്കളെ, മുത്തച്ഛി വന്നത് നന്നായി. ബാലേട്ടൻ, നീ ബഹളം ഉണ്ടാക്കരുത്. വരാ. Oh